98 ഉണ്ടായിരുന്നു. പിന്നെ അത് കുറഞ്ഞു ഇപ്പൊ കറക്റ്റ് നമ്പർ അറിയില്ല മാം. ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് ഡിപ്ലോമ എത്രയുണ്ട്, PG എത്രയുണ്ടെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇപ്പൊ നമ്മള് പെട്ടെന്നായിരുന്നു നിങ്ങൾക്ക് കോഴ്സ് പെട്ടെന്ന് തീർക്കണം, കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം വന്നത് അല്ലേ. അപ്പം മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. അത് തീരുമ്പോൾ മെയ് എൻഡ് ആകും. പിന്നെ മോഡൽ എക്സാം കഴിയുമ്പോൾ മെയിൻ എക്സാം. അതിനു മുമ്പ് മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള സാറ്റർഡേ ആയിരിക്കും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള പ്രാക്ടിക്കൽ സെഷൻ. മനസ്സിലായോ? മോഡൽ എക്സാം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മെയ് 31 ഓക്കെ ആണെങ്കിൽ ഇപ്പൊ കൺഫേം ചെയ്യണം. കാരണം എനിക്ക് പ്രസിദ്ധ മാമിനോട് പറയാനും. മെയ് 31 അല്ലെങ്കിൽ മെയിലെ ലാസ്റ്റ് സാറ്റർഡേ അല്ലെങ്കിൽ ജൂണിലെ ഫസ്റ്റ് സാറ്റർഡേ ഏതാണെന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് സാറ്റർഡേ എങ്ങനെയായാലും പറ്റൂല, പെരുന്നാൾ അടുപ്പിച്ചിട്ടാകും മാം. അതുകൊണ്ട് ഒന്നെങ്കിൽ മെയ് ലാസ്റ്റ് സാറ്റർഡേ നോക്കാം, അതല്ലെങ്കിൽ ജൂണിലെ സെക്കൻഡ് സാറ്റർഡേ. കാരണം എന്താന്ന് വെച്ചാലേ വൈകും തോറും നിങ്ങളുടെ വൈവ എക്സാം എല്ലാം ഡിലേ ആകും. ഒരാഴ്ച നമ്മൾ ഷിഫ്റ്റ് ആവുക, ഒരു ദിവസമല്ല. മനസ്സിലായോ? സാറ്റർഡേസേ വെക്കാൻ പറ്റുള്ളൂ. അഥവാ ആ സാറ്റർഡേ എന്ന് പറയുന്നത് നീണ്ട് സാറ്റർഡേ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 days മാറുവാണല്ലോ. ഒരു വീക്ക് അങ്ങ് മാറുമ്പോഴല്ലേ അടുത്ത സാറ്റർഡേ വരുള്ളൂ. അപ്പൊ അത് ആലോചിച്ചിട്ട് പറയാം. ഒന്നില്ലെങ്കിൽ മെയ് ഫസ്റ്റ് സാറ്റർഡേ, അല്ല മെയ് ലാസ്റ്റ് സാറ്റർഡേ, അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് സാറ്റർഡേ. ഫസ്റ്റ് പറ്റൂല മാം, പെരുന്നാളാണ് മാം. അതുകൊണ്ട് അത് എന്തായാലും പറ്റൂലേ. പെരുന്നാളെന്നാ? ഞാൻ അത് കേട്ടില്ലായിരുന്നു. പെരുന്നാൾ എന്തായിരുന്നു? പെരുന്നാള് ജൂൺ ഫസ്റ്റ് പെരുന്നാള്, ജൂൺ 6 പെരുന്നാളല്ലേ? 6 ഫ്രൈഡേ ആണോ? യെസ് മാം, ഫ്രൈഡേ ആ. സോ അത് പറ്റൂല മാം. ഒന്നെങ്കിൽ 31 31 അത് കാരണം നീണ്ടു പോകുന്തോറും, കാരണം പ്രാക്ടിക്കൽ കഴിഞ്ഞാലേ വൈവ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കലിന് മുമ്പ് വൈവ തുടങ്ങില്ല. പ്രാക്ടിക്കലിനെ ബേസ് ചെയ്തിട്ടാണ് വൈവ നടക്കുന്നത്. അപ്പൊ പ്രാക്ടിക്കൽസ് ഓൺലൈനും ഓഫ്ലൈനും കഴിഞ്ഞാൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്നതും കഴിഞ്ഞതിന് ശേഷം വൈവ നടക്കുള്ളൂ. സാറ്റർഡേ പറയാൻ കാരണം ബാക്കി എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ. മൺഡേ ടു ഫ്രൈഡേ പല ബാച്ചിലും ക്ലാസ് ഉണ്ട്. അപ്പം ഒരു ദിവസം നിങ്ങൾക്ക് എടുക്കുന്ന 3 ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവണം പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുമ്പോൾ. അപ്പൊ ആ ക്ലാസ്സസ് മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ടീച്ചേഴ്സ് ഭയങ്കരമായി ടൈറ്റ് ആയി പോകും. അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ സാറ്റർഡേസ്, എല്ലാ ബാച്ചിനും നമ്മൾ അങ്ങനെ തന്നെയാണ് സാറ്റർഡേസ് ആണ് വെക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ എന്തായാലും ജൂൺ ഫസ്റ്റ് പറ്റില്ല, ഫസ്റ്റ് സാറ്റർഡേ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ദെൻ നമുക്ക് മെയ് 31 എന്നുള്ള രീതിയിൽ തന്നെ പോവുകയാണെന്ന് തന്നെ കൺഫേം ചെയ്യണം. പിന്നെ ജൂൺ സെക്കൻഡ് സാറ്റർഡേ ആകുമ്പോഴേക്കും അത്രയും ദിവസം പോവുക. നിങ്ങൾക്ക് അപ്പോഴേക്കും മെയിൻ എക്സാം തുടങ്ങണം, എല്ലാം വരില്ലേ. ഇപ്പൊ മെയിൻ എക്സാമിന്റെ ഇടയ്ക്ക് ട്രാവൽ ചെയ്ത് ഇതിന് വരേണ്ടത് എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച് പ്രാക്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ പറയേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ പറഞ്ഞല്ലോ നിങ്ങളുടെ ബാച്ച് ഒന്ന് പുഷ് ചെയ്ത് മുന്നിലേക്ക് പോയി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഓൾറെഡി MT4 ഇവിടെ പൈപ്പ് ലൈനിൽ ഇരിക്കുക. അവരുടെ മെയിൻ എക്സാം കഴിഞ്ഞു. ഡിപ്ലോമയുടെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. PGയുടെ മെയിൻ എക്സാം നിങ്ങൾക്കും അവർക്കും ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് നടത്താനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മോഡൽ എക്സാം വെച്ചു, അതിന്റെ പുറകെ മെയിൻ എക്സാം വരും. ഡിപ്ലോമയുടെ PGയുടെ 2 സബ്ജക്റ്റേ ഉള്ളൂ. അപ്പൊ PG എക്സാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഡിപ്ലോമയുടെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് PG എക്സാം കണ്ടക്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. മാം അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും മാം. എല്ലാം കൂടെ ജോലിക്ക് പോകുന്നു, ഇത് പഠിക്കണ്ട. ഞങ്ങളിപ്പോ ജോലിക്ക് പോയി പഠിക്കുന്നു, അതിന്റെ ഇടയ്ക്ക് കുറെ ആക്ടിവിറ്റീസും തരുന്നുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ അപർണ മിസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ടൈമിൽ തരുമ്പോ ഇതൊക്കെ ചെയ്യാനും വളരെയധികം ടൈം ഉണ്ട്. വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ പോലെ അല്ലല്ലോ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് PGയുടെയും കൂടി ആന്ന് പറയുമ്പോ ഞങ്ങൾക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. നിങ്ങൾക്ക് മാത്രമായിട്ട് പിന്നെ PGയുടെ എക്സാം നടത്തേണ്ടി വരും അല്ലെങ്കിൽ, കാരണം അവരിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ, അവരുടെ റിസൾട്ട് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക. നിങ്ങൾക്ക് സെപ്പറേറ്റ് നടത്താം, അതേ ഉള്ളൂ മാർഗം. ജൂലൈ 1 year ആവത്തുള്ളൂ. അപ്പൊ ഹറി പറയുന്നതിന് ഇടയ്ക്കൂടെ വരുമ്പോ ജോലിക്കും കൂടെ പോകുന്നോണ്ട് പാടാ മാം, എത്തൂല.
അപ്പൊ ഇത് എല്ലാം കഴിയുമ്പോ മിക്കവാറും ജൂൺ ലാസ്റ്റ് ജൂലൈ ഫസ്റ്റ് ഒക്കെ ആവുമായിരിക്കും. ജൂലൈ അത് മിഡ്. സാരല്ല മിസ്, എന്നാലും ഞങ്ങക്ക് പഠിച്ച് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഇതാവുമ്പോ അതും ഈ എക്സാമും ആ എക്സാമും എല്ലാം കൂടി കൊളാവും. ഓക്കെ. അല്ല, നിങ്ങളുടെ ഡിപ്ലോമ എക്സാം, മെയിൻ എക്സാം എന്നിട്ട് പതുക്കെ PGയുടെ കഴിഞ്ഞിട്ട് ആക്കണോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ ചോദിച്ചത്. വേറൊന്നും. വേണ്ട മാം, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ടെൻഷനാന്ന് തോന്നുന്നു. അതെ മാം, ഒരു ഓർഡറിൽ പോവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളോട് പറഞ്ഞിരുന്ന അന്ന് ഡിപ്ലോമ എക്സാം കഴിഞ്ഞിട്ടാണ് PG എക്സാം വരിക, മെയിൻ എക്സാം അങ്ങനെ വരികയെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കൂടെ ജൂണിൽ തന്നെ ഞാനത് ചോദിക്കുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ബാച്ചിൽ ഒരുമിച്ച് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരുമിച്ചാണല്ലോ കോഴ്സ് ചെയ്തത്, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അവർക്ക് അങ്ങ് കണ്ടക്ട് ചെയ്യാൻ പോവാ, MT4കാർക്ക് അങ്ങോട്ട് കണ്ടക്ട് ചെയ്യാന്ന് വിചാരിക്കണം. ഓക്കെ. സോ വേറൊന്നുമില്ല. അപ്പം പ്രാക്ടിക്കൽ സെഷൻ സാറ്റർഡേ വരുന്നതിനെ പറ്റി ആലോചിക്കുക. പെട്ടെന്ന് കൺഫേം ചെയ്യുക കേട്ടോ. 31st എന്ന് പറയുമ്പോഴേക്കും ആവുമല്ലോ ഉടനെ തന്നെ. നിങ്ങളുടെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഉള്ള സാറ്റർഡേ ആണെങ്കിൽ പറയുക. കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങുന്നത് എന്നാ? അതായിരുന്നു ഞങ്ങൾക്കൊരു സംശയം. അതാണെങ്കിൽ പറ്റുമോ? ജൂൺ 2 മാം. ജൂൺ 2. എന്തോ? ജൂൺ 2 അല്ല, വേറെന്തോ പറയുന്ന പോലെ തോന്നി, അതാ ചോദിച്ചത്. ഞാൻ കേട്ടിരുന്നു. ഓക്കെ. എന്തായാലും നോക്കാം. ഞാൻ പാർട്ട് 2 തുടങ്ങണോ പാർട്ട് 3 തുടങ്ങണോ? ഇറ്റ്സ് അപ് ടു യു. ഏതായാലും എനിക്ക് കുഴപ്പമില്ല. പാർട്ട് 3 മതി. അതൊന്ന് ചോദിച്ചോട്ടെ. എഡ്യൂക്കേഷണൽ സൈക്കോളജി നോർമാറ്റീവ് സയൻസ് ആണോ? അതെ. അതെ അല്ലേ. ബട്ട് നമ്മളെ PDF ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നോട്ട് നോർമാറ്റീവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആണോ? നമുക്ക് നോക്കാം. അപ്പൊ അത് ആൾ ഓഫ് ദി അബോവ് ആയിരിക്കും അല്ലേ നമ്മള് ചെക്ക് ചെയ്തത്? അതെ. ആൾ ഓഫ് ദി അബോവ്. ഒരു പ്രേയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്യാം മാം. ആരെങ്കിലും ചെയ്തോട്ടെ. ചെയ്തോളാം. In the name of God, most gracious, most merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment, honor of the day of judgment. ഓക്കെ. ഇപ്പൊ നമ്മള് പാർട്ട് 3യിലെ ഫസ്റ്റ് യൂണിറ്റ്സ് ഒക്കെ, ഫസ്റ്റ് 2 യൂണിറ്റ്സ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഫസ്റ്റ് യൂണിറ്റ് 1, 3, 4, 5, 6 ആണ്. അതിലെ മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. 2, 7, 8, 9, 10 ആണ് അടുത്ത സബ്ജക്റ്റ് ആയ മോണ്ടിസോറി മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ അടുത്ത സബ്ജക്ട്. അത് അറിയാലോ. പാർട്ട് 3നെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സബ്ജക്ട് വൈസ് ഡിവിഷൻ അറിയാലോ. അതിലെ ഫസ്റ്റ് 2 യൂണിറ്റ്സ്, അതായത് മറിയ മോണ്ടിസോറിയെ കുറിച്ചും അതുപോലെ തന്നെ മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്, അത് നല്ലപോലെ, അത് വലിയ കുഴപ്പമില്ല, അത് സിമ്പിൾ ആണല്ലോ അല്ലെ. എന്നാലും ജസ്റ്റ് പറയാം, മറിയ മോണ്ടിസോറിയുടെ ആ ഒരു ഒബ്സർവേഷനും അവര് ഇത് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം, അതുപോലെ തന്നെ അതിന് അവരാദ്യമായിട്ടും ഒരു മോണ്ടിസോറി സ്കൂൾ എന്ന് പറയാൻ അവർ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. മ്യൂട്ടായത് ആരും പറയാത്തെന്താ? മോണ്ടിസോറി എൻവയോൺമെന്റ് എന്നല്ലേ സ്കൂൾ എന്ന് പറയാറില്ലല്ലോ. സ്കൂൾ എന്ന് പറയാറില്ല. അപ്പൊ അവർ അതിന് പകരം പേരിട്ടത് കാസാഡെ ബാംപിനി എന്നായിരുന്നു. അതൊരു ഇറ്റാലിയൻ വേർഡാണ്. അതൊരു ഇറ്റലിക്കാരിയാണല്ലോ. ചിൽഡ്രൻസ് ഹൗസ് എന്നായിരുന്നു അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ക്ലാസ് റൂം ഒന്നും യൂസ് ചെയ്യാറില്ല. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതൊന്ന് ജസ്റ്റ് ആ ഒരു, എല്ലാവരുടെ കയ്യിലും PDF ഉണ്ടല്ലോ, ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ.
PDF ഉണ്ട്. സ്ക്രോൾ ചെയ്യാൻ നേരം ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ്. കാരണം നമ്മൾ ഫുൾ വായിക്കല്ലോ, ഇങ്ങനെ പറഞ്ഞു പോവല്ലേ ഉള്ളൂ. രണ്ട് വേൾഡ് വാർ കണ്ട് അതിന്റെ ഒരു ഷോക്ക് ശരിക്കും അവർക്ക് ഉണ്ടായിരുന്നു. ആ വേൾഡ് വാറിൽ സംഭവിക്കുന്ന ഒരു ദുരന്തങ്ങൾ കണ്ടിട്ടാണ് അവർക്ക് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, യൂണിവേഴ്സ് അവരുടെ ഏരിയ മാത്രമല്ല ഹോൾ വേൾഡ് യൂണിവേഴ്സിലെ മുഴുവനും പീസ് ആൻഡ് ഹാർമണി ആയിരുന്നു അവരുടെ ലക്ഷ്യം. ആ ഒരു പീസ് ആൻഡ് ഹാർമണി കൊണ്ടുവരണമെങ്കിൽ ഈ വാർ എന്നൊക്കെ പറയുമ്പോൾ അതിലെ സോൾജേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ യൂത്ത് ആണല്ലേ. അപ്പൊ യൂത്ത് മുഴുവൻ ഇങ്ങനെ നാശമായിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ ഒരു നമ്മൾ പറയൂല്ലോ കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ കൊച്ചു കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അവരുടെ മനസ്സിൽ എല്ലാവരോടും സ്നേഹം, ഒരു പീസ് ഹാർമണി ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ട് അവരെ മാറ്റിയെടുക്കണം. ഇതായിരുന്നു മറിയ മോണ്ടിസോറിയുടെ ഒരു എയിം എന്ന് പറയുന്നത്. പീസ് ആൻഡ് ഹാർമണി അതായിരുന്നു അവരുടെ ഒരു എയിം. അത് ഓൾ ഓവർ ദ വേൾഡ് ആയിരുന്നു അവരുടെ ആഗ്രഹം. അങ്ങനെ അതിനു വേണ്ടി അവർ വർക്ക് ചെയ്യായിരുന്നു. ആസ് എ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നു. അവർ ആദ്യം ഒരു ടെക്നിക്കൽ ഫീൽഡിലായിരുന്നു, എഞ്ചിനീയറിംഗ് ഫീൽഡായിരുന്നു. പിന്നെ അത് അവർക്ക് താല്പര്യം തോന്നിയില്ല, അവരങ്ങനെ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്നു. അവരൊക്കെ ആളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഡോക്ടറായിട്ട്. കുറെ ബോയ്സിന്റെ കൂടെ അങ്ങനെ കുറെ ചലഞ്ചസ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ വായിക്കുക കേട്ടോ, എവിടെന്നെങ്കിലും വായിക്കാൻ കിട്ടുവാണെങ്കിൽ വായിക്കുക. അങ്ങനെ ഇവര് പിന്നീട് കുട്ടികളുടെ ഡെവലപ്മെന്റ്, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആ ഒരു രീതിയിൽ നമ്മൾ പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്ന പോലെ അതിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇവരുടെ മെത്തേഡ്സ് കുട്ടികളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇവർ കുറെ ഒബ്സർവേഷൻ, കുറെ അനാലിസിസ് ഒക്കെ നടത്തി. അതിനവരെ ഹെൽപ്പ് ചെയ്തത് എറിക് എറിക്സൺ, ജീൻ പിയാഗറ്റ്, വിഡോസ്കി, ദെൻ സിഗ്മണ്ട് ഫ്രോയിഡ്. ഇവരുടെ കുറെ ഒബ്സർവേഷൻ ആയിരുന്നു ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച്. അപ്പൊ അതെല്ലാം ഇവർ റിസർച്ച് ചെയ്തു, അനലൈസ് ചെയ്തു, കുട്ടികളെ ഒബ്സർവ് ചെയ്തു. അവർ പല പല ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചു, ഒരു എക്സ്പെരിമെന്റ് പോലെ. അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇവർ മോണ്ടിസോറി മെത്തേഡ് പോലെ ഡെവലപ്പ് ചെയ്തത്. ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഇവരിത് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഒരു 60-65 വരുന്ന സ്പെഷ്യൽ കുട്ടികളിലായിരുന്നു. സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള സ്പെഷ്യൽ കുട്ടികളിലായിരുന്നു. അവരിൽ നല്ല ഡിഫറൻസ് അവർ കണ്ടു, നല്ല റിസൾട്ട് കണ്ടു. അവരിങ്ങനെ ആലോചിക്കുക ചെയ്തു, ശരിക്കും ഇത് നോർമൽ ആയിട്ടുള്ള കുട്ടികൾ ചെയ്യുമ്പോൾ അപ്പൊ റിസൾട്ട് എത്ര കൂടുതലായിരിക്കുന്ന ഇവര് മനസ്സിൽ ആലോചിക്കുന്നത് തന്നെ. പ്രപഞ്ചം പറയില്ലേ നമ്മള്, യൂണിവേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി തരുന്ന പറയുന്ന പോലെ അവിടുത്തെ ലോക്കൽ അതോറിറ്റി ഇവരെ അപ്രോച്ച് ചെയ്യുമായിരുന്നു. ഇവർ കുട്ടികളിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു സ്ലം ഏരിയയിലെ കുട്ടികളെ വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ ഒരു പുറകിലുള്ള ഉദ്ദേശം, സ്ലം ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ എക്കണോമിക് സ്റ്റാറ്റസ് വളരെ ലോ ആയിരിക്കും. അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ ലിറ്ററസി റേറ്റ് അതും വളരെ ലോ ആയിരിക്കും. ഈ കുട്ടികളുടെ പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ര ഹൈ ഇൻകം ഉള്ള ജോലിയുള്ളവരാവില്ല. അവര് ലേബേഴ്സ് അങ്ങനെയുള്ളവരായിരിക്കും, ഡെയിലി വേജസ് ഒക്കെ പോകുന്നവരായിരിക്കാം. അപ്പൊ അവർക്ക് കുട്ടികളെ നോക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. സ്ലം ഏരിയയിലൂടെ നടക്കുന്ന കുട്ടികളെ പല അൺനെസസറി ആക്ടിവിറ്റീസ്, അൺവാണ്ടഡ് ആക്ടിവിറ്റീസിലേക്കൊക്കെ കടന്നു പോകുന്നുണ്ടാകും. വളരെ വയലന്റ് നേച്ചർ ആയിരിക്കും, അജിറ്റേറ്റിംഗ് ആയിരിക്കും, ഡിസ്റ്റർബിങ് നേച്ചർ ആയിരിക്കും, ഡിസ്ട്രോയിങ് നേച്ചർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തതാണ് കാസ ഡെ ബാംബിനി. സാൻ ലൊറൻസോയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റലിയിലെ ഒരു സ്ഥലം സാൻ ലൊറൻസോ, അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ കുട്ടികളെ ആദ്യം കൊണ്ടുവരുമ്പോൾ ഇവര് ഭയങ്കര അജിറ്റേറ്റിംഗ് ആയിരുന്നു, വയലന്റ് നേച്ചർ ആയിരുന്നു, ഹൈജീൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇവര് ഡിസ്ട്രോയിങ് നേച്ചർ, എന്ത് കിട്ടിയാലും വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്ന രീതി, ഡിസ്റ്റർബിങ് നേച്ചർ, അങ്ങനെ ഡീവിയേറ്റഡ് ചിൽഡ്രൻ ആയിരുന്നു ഇവര്. പക്ഷെ ആ ഒരു എൻവയോൺമെന്റിൽ, ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് പല കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആക്ടിവിറ്റി ചെയ്ത് ഇവര് പതുക്കെ നോർമലൈസ്ഡ് എന്നുള്ള ഏരിയയിലേക്ക് പോകും. മറിയ മോണ്ടിസോറിയുടെ ഒരു ഒപ്പീനിയനിൽ നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ്, പെർഫെക്റ്റ്, എല്ലാത്തിനും ഫസ്റ്റ് അങ്ങനെയൊന്നുമല്ല. സ്വന്തം കാര്യങ്ങള് ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യുന്ന കുട്ടിയെയാണ് മറിയ മോണ്ടിസോറി നോർമലൈസ്ഡ് കിഡ് എന്ന് പറയുന്നത്, നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റീവ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കി പറയാം. അവര് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അവരുടെ ആക്ടിവിറ്റി അവര് ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഒറ്റയ്ക്ക് ചെയ്യുന്നു.
ആരെയും മാത്രമല്ല, ചുറ്റുമുള്ള എൻവയോൺമെന്റിനെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ചുറ്റുമിരിക്കുന്ന വസ്തുക്കളെയും ഒബ്ജക്ട്സിനെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നശിപ്പിക്കുന്നില്ല. അപ്പോൾ റെസ്പെക്ട് ടു ഹിംസെൽഫ്, റെസ്പെക്ട് ടു അതേഴ്സ്, റെസ്പെക്ട് ടു ദ മെറ്റീരിയൽസ്, റെസ്പെക്ട് ടു ദി എൻവയോൺമെന്റ്. അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളെയാണ് മറിയ മോണ്ടിസോറി നോർമലൈസ്ഡ് കിഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനിൽ അത് പറയുന്നുണ്ടാവും. ഓക്കെ. പിന്നെ അവരുടെ ഒരു ഒബ്സർവേഷനിൽ അഡൽട്ടും കുട്ടിയും രണ്ടും രണ്ടാണ്. അഡൽട്ടിന്റെ രീതി വേറെയാണ്. അഡൽട്ടിന് എന്ന് വെച്ചാൽ ആ ഒരു എന്താണോ ഗോള് അതിലേക്ക് എത്തുക എന്നുള്ള എൻഡ് റിസൾട്ടിനെ കുറിച്ചാണ് ബോധർ ചെയ്യുന്നത്. കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് റിസൾട്ട് മാത്രമല്ല, പ്രോസസ്, കടന്നു പോകുന്ന പ്രോസസ്സ് വരെയും എൻജോയ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയോട് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആദ്യമായിട്ടായിരിക്കും ആ ജോബ് ചെയ്യാൻ പോകുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവൻ ആ ജഗ് എടുക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും ആ എല്ലാ പ്രോസസ്സും അവൻ എൻജോയ് ചെയ്യും. വളരെ ശ്രദ്ധിച്ച് ചിലപ്പോൾ ചെയ്യും, വെള്ളം സ്പിൽ ഔട്ട് ചെയ്ത് പോവാതിരിക്കാനായിട്ട്. അപ്പോൾ ഒരു അഡൽട്ട് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിൽ വെള്ളം എടുക്കാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അയാളുടെ തലയിൽ. കാരണം അയാൾ ഓൾറെഡി ഈ പ്രോസസ്സ് പലതവണ ചെയ്ത് കഴിഞ്ഞതാ. അപ്പൊ അങ്ങനെ അഡൽട്ടും കുട്ടിയുമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഒക്കെ പറയുന്നുണ്ട് മോണ്ടിസോറി. പിന്നെ പാത്താടി ബാംബിനിയുടെ ഡിസ്കവറി ഒക്കെ പറഞ്ഞുവല്ലോ നമ്മള്. പിന്നെ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയ മോണ്ടിസോറി പറയുന്ന ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ ഒക്കെ ആയിരിക്കും. പിന്നെ ഇവര് പല കാര്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. എന്തും ചെയ്യുന്നത് എത്ര മണിക്കൂറുകൾ റിപ്പീറ്റ് ചെയ്യാനും അവർക്ക് താല്പര്യമായിരിക്കും. ഒരു പാത്രത്തിന് വെള്ളം കൊടുത്തിട്ട് വേറൊരു ഒഴിഞ്ഞ കണ്ടെയ്നർ കൊടുത്ത് ഒരു സ്പൂണും കൊടുത്തു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പലതും, ചില കഥകള് എത്ര കേട്ടാലും അവർക്ക് മതിയാവില്ല, വീണ്ടും വീണ്ടും പറയാനായിട്ട് നമ്മളോട് പറയും. അങ്ങനെ നമുക്ക് കാണാം പലപ്പോഴും ഈ കുട്ടികളെ ഹാൻഡ് വാഷ് പഠിപ്പിക്കാനായിട്ട് അവര് ഈ ലവ് ഓഫ് റിപ്പിറ്റീഷൻ ആ ടെക്നിക്ക് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ നമുക്കറിയാം കുട്ടികൾ പലപ്പോഴും പല കാര്യങ്ങള് അവരുടെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെന്റ്. ഒരു അഡൽട്ടിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ സിസ്റ്റമാറ്റിക് ഓർഡറും കുട്ടികളുടെ സിസ്റ്റമാറ്റിക് ഓർഡറും ഡിഫറെന്റ് ആയിരിക്കും. അവരെ സംബന്ധിച്ച് നമ്മളിപ്പോ സോക്സ് ഒരു രീതിയിൽ മടക്കി വെക്കുന്നു, ഒരു കുട്ടി ചിലപ്പോ അവന്റെ രീതി വേറെ ആയിരിക്കും. അപ്പൊ അവനെ സംബന്ധിച്ച് അതാണ് ഓർഡർ. നമ്മൾ മടക്കി വെക്കുന്ന മാറ്റിയിട്ട് ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ചെയ്യുന്ന രീതി നമ്മൾ കാണാറുണ്ട്. പിന്നെ ഷൂ തിരിച്ച് 2 കാലിലേക്ക് തിരിച്ചിടുന്ന രീതി ഉണ്ടല്ലോ ചെറിയ കുട്ടികൾക്ക്. എത്ര പറഞ്ഞാൽ അവർക്ക് അതാണ് ശരി, അതാണ് അവരുടെ ഓർഡർ. അപ്പോ ആ ഒരു ലവ് ഓഫ് ഓർഡർ അതവരിൽ വരുന്നത്. പിന്നെ ഫ്രീഡം ഓഫ് ചോയ്സ്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഒരു പ്രത്യേകതയാണ്. എന്തും പോയിട്ട് തന്നെ സെലക്ട് ചെയ്യാം, ഫ്രീഡം ഓഫ് ചോയ്സ്. ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നടന്നത്. ആ കഥയൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ അല്ലെ? മറിയ മോണ്ടിസോറിക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, കാൻഡിഡ. ഷെൽഫ് ലോക്ക് ചെയ്യാൻ മറന്നുപോയി. ഫസ്റ്റ് ഇനീഷ്യലി കുട്ടികൾക്കെല്ലാം എടുത്തു കൊടുക്കുമായിരുന്നു. ഷെൽഫ് അച്ചിട്ട് കഴിയുമ്പോൾ ഷെൽഫിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ പതിവുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ലോക്ക് ചെയ്യാതെ പോയി. അപ്പൊ കുട്ടികൾ വന്നപ്പോഴേക്കും കാൻഡിഡ എത്തിയിട്ടില്ല, ലേറ്റായി. കുട്ടികൾ തന്നെ പോയിട്ട് ഈ ഓരോന്നും എടുത്ത് തന്നെത്താനെ ചെയ്യാനായിട്ട് തുടങ്ങി. കാനഡയ്ക്ക് തിരിച്ചു വന്നപ്പോൾ ദേഷ്യം വന്നു. അവർ പറഞ്ഞു കുട്ടികൾ സ്റ്റീലിംഗ് ആണെന്ന്. പക്ഷെ മറിയ മോണ്ടിസോറി ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മറിയ മോണ്ടിസോറി പറഞ്ഞു, കാൻഡിഡയെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ പറഞ്ഞു, ഇനി ഇങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് ഓപ്പൺ ഷെൽഫ് മതി, കുട്ടികളുടെ ചൈൽഡ് സൈസിൽ മതി. കാരണം ഫ്രീഡം ഓഫ് ചോയ്സ്, അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുമ്പോൾ അവരത് കോൺസെൻട്രേഷനോട് കൂടി ഇഷ്ടത്തോടു കൂടി അവരത് ചെയ്യും. അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവര് മെറ്റീരിയൽസ് ചൂസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, കുട്ടികള് ഈ ആക്ടിവിറ്റി ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഇവിടെ റിവാർഡും ഇല്ല പണിഷ്മെന്റും ഇല്ല എന്ന് പറഞ്ഞു. ബട്ട് ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് എടുത്തോന്ന് ഞാൻ എല്ലാം എടുത്തെങ്കിലും ഞാൻ ഇപ്പൊ പറയുവാണ്, നമുക്ക് അങ്ങനെ മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെയാണ്. ഒരു റിവാർഡും ഇല്ല, ഒരു പണിഷ്മെന്റും ഇല്ല. ഈവൻ ദോ നമ്മളെ ക്ലാസ്സസ് ആകുമ്പോൾ ഞാൻ ട്രെയിനർ, നിങ്ങളെ ട്രെയിനി, ദർ ഈസ് നോ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ബിറ്റ്വീൻ അസ്. മിസ്സാണല്ലോ ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കാന്നോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതൊന്നും ഇല്ല നമുക്ക് മോണ്ടിസോറി മെത്തേഡില്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ബർത്ത്ഡേ വന്നു ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കാന്ന് ഞാൻ വിചാരിക്കും, അങ്ങനെയൊന്നും ഇല്ല. അല്ലെങ്കിൽ ക്ലാസ്സിൽ നല്ലപോലെ പെർഫോം ചെയ്തു ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കാം, ആ ഒരു രീതിയില്ല. ബർത്ത്ഡേക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അങ്ങനെ ഒരു റിവാർഡും പണിഷ്മെന്റും ഇല്ല ഇവിടെ. നമ്മൾ ഇമ്പോസിഷൻ എഴുതുന്നില്ല, ഒറ്റക്കാലിൽ നിർത്തുന്നില്ല, ക്ലാസ്സിന് പുറത്ത് നിർത്തുന്നില്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. മോണ്ടിസോറി പറയുന്നത് ദർ ഇസ് നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവൻ തന്നെത്താനെ ഒരു ആക്ടിവിറ്റി എടുക്കുന്നു, അവനത് കംപ്ലീറ്റ് ചെയ്യുന്നു, അതിന്റെ അക്കംപ്ലിഷ്മെന്റ്
അത് അച്ചീവ് ചെയ്യുന്നത്, ആ റിസൾട്ടിലേക്ക് വന്ന് അവൻ അത് അച്ചീവ് ചെയ്യുന്നത് തന്നെയാണ്. അത് കഴിയുമ്പോഴേക്കും അവൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആകും. അതാണ് റിവാർഡ് എന്ന് പറയുന്നത്. ബട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ ഒരു ടീച്ചിങ് പ്രാക്ടീസിനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനോ പോകുമ്പോൾ ചിലപ്പോ കുട്ടികളിൽ നല്ല ഒരു അപ്രൈസൽ ഇഷ്ടപ്പെടാത്ത, ആഗ്രഹിക്കാത്തവരുണ്ടാവില്ലല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഒരു അപ്രൈസൽ കൊടുക്കാം. ബട്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഇറ്റ് വോണ്ട് ഹേർട്ട് ദ ഫീലിങ്സ് ഓഫ് അതർ കിഡ്സ്. മറ്റു കുട്ടികളെ വേദനിപ്പിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഒരു കുട്ടിക്ക് ഒരു അപ്രൈസൽ കൊടുക്കാൻ. അപ്പൊ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം അല്ലെ. ഒരാൾക്ക് കൊടുത്തു മറ്റൊരാൾക്ക് കൊടുക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ചെയ്യുന്നത് ഒരു സെറ്റ് അല്ല, 2 or 3 എങ്കിലും കയ്യിലുള്ളത്. അതായത് ഇപ്പൊ ബീഡ് സ്ട്രിങ് ഉണ്ടാക്കില്ലേ, നമ്പേഴ്സിന്റെ 1, 2, 3, 4 അങ്ങനെ ബീഡ് സ്ട്രിങ് ഉണ്ടാക്കുമ്പോൾ ഒറ്റ സെറ്റ് ചെയ്യാതെ അറ്റ്ലീസ്റ്റ് ഒരു 2, 3, അതായത് നമുക്ക് ക്ലാസ്സിൽ ഒരു 20 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 10 സ്ട്രിങ് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, 1 തുടങ്ങി 10 വരെയും. അത് നമ്മളുടെ 2 സെറ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ 20 ഉണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 കുട്ടികൾക്ക് ഒരെണ്ണമെങ്കിലും കൊടുക്കാൻ നമുക്ക് പറ്റും. 2 പേരും കൂടെ ഒരുമിച്ച് ചെയ്യൂന്ന് നമുക്ക് പറയാം അടുത്തടുത്തിരിക്കുന്നവർക്ക്. അല്ലെങ്കിൽ കുറച്ചു പേർക്ക് കിട്ടിയില്ല, കുറച്ചു പേർക്ക് കിട്ടി, അങ്ങനത്തെ ഒരു പരാതിയൊക്കെ വരും. അവരുടെ ഭയങ്കര ഫീലിങ്സ് ആയിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും. അപ്പൊ അതുകൊണ്ട് അത് പറയുന്നുണ്ട്. പിന്നെയും വേറൊരു കാര്യം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഇനഫ് മെറ്റീരിയൽസ് ഉണ്ടാവണം, ബട്ട് മോർ ദാൻ ഇനഫ് മെറ്റീരിയൽസ് ഉണ്ടാകരുത്. 20 കുട്ടികളുണ്ട്, 25 അല്ലെങ്കിൽ 20 സെറ്റും ഉണ്ടാകേണ്ട ആവശ്യമില്ല. 2 or 3 എക്സ്ട്രാ. കാരണം ഷെയറിംഗ് മെന്റാലിറ്റി നമ്മൾ വീട്ടിൽ കുട്ടികളെ ശീലിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. 2 കുട്ടികളുണ്ടോ, 2 ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ട് വന്നു, ഒരെണ്ണം കൊടുക്കുക, മറ്റേത് മാറ്റി വെക്കുക. ഷെയർ, എല്ലാവർക്കും കൊടുക്കാന്ന് പറയാം, വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാന്ന് പറയാം. അല്പമാണ് കിട്ടുന്നെങ്കിൽ പോലും നമ്മളും അത് വാങ്ങിക്കുക. മറ്റേത് മോർ ദാൻ ഇനഫ് ആകുമ്പോൾ എനിക്ക് എന്തായാലും കിട്ടും, എനിക്ക് കൂടുതൽ കിട്ടും അത് വരും. അങ്ങനെ അത് പിന്നെ സൈലൻസ്, സോളിറ്റ്യൂഡ്, ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക്. അതിന്റെ അർത്ഥം അവര് ഇൻട്രോവേർട്ട് ആണ്, ലോൺലി ചൈൽഡ് ആണെന്നൊന്നുമല്ല. അതിന്റെ അർത്ഥം അവർക്ക് പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ആണിത്. അത് മാത്രമല്ല, ലവ് ഓഫ് സൈലൻസ് മറിയ മോണ്ടിസോറി എക്സ്പെരിമെന്റ് പോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരെ ചെറിയൊരു ബേബിയെ കൊണ്ടുവന്നു, ക്ലാസ് റൂമിലേക്ക് ഉറങ്ങുന്ന ഒരു ബേബിയെ കൊണ്ടുവന്നു. എന്നിട്ട് കുട്ടികളോട് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു, കുട്ടിയുടെ ബ്രീത്ത്, നിങ്ങൾക്ക് അതുപോലെ ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞപ്പോ ഇവര് മിണ്ടാതിരുന്നു, ബ്രീത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ജസ്റ്റ് ലൈക്ക് ഒരു മെഡിറ്റേഷൻ പോലെ. ഇത് പറഞ്ഞപ്പോ നിങ്ങളോട് ഷെയർ ചെയ്തോന്നറിയില്ല, നമ്മളുടെ ഏർലിയർ ബാച്ചിൽ ഒരു കുട്ടിക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകണം. പക്ഷെ ഒരു മോനുണ്ട്, ചെറിയ മോന, 2.5 വയസ്സോ അത്ര എങ്ങാണ്ടുള്ള ഒരു മോൻ. ഈ മോനെയും കൊണ്ടാണ് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത്. കാരണം വീട്ടിൽ ആരുമില്ല, ഏൽപ്പിക്കാൻ ആരുമില്ല. ടീച്ചിങ് പ്രാക്ടീസിന് പോയേ പറ്റൂ. ഈ കുഞ്ഞിനെയും കൊണ്ട് പോയി. ഞാൻ ഈ കഥ ലവ് ഓഫ് സൈലൻസിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പറയുമായിരുന്നു, ഞാനിത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ആ കുട്ടി പറയുക. മോനെയും കൊണ്ട് പോയി. അപ്പൊ ഉച്ചയൊക്കെ കഴിയുമ്പോഴേക്കും കുഞ്ഞു കുട്ടിയല്ല, അവന് നല്ല ഉറക്കം വരും. അവൻ അവിടെ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങും. ഇവൻ ഉറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അതുവരെ കലപില പറഞ്ഞിരുന്ന പിള്ളേരെല്ലാം കൂടെ പെട്ടെന്ന് മിണ്ടാതാകും. അവർ മിണ്ടാതിരിക്കും. കാരണം കുട്ടി ഉറങ്ങുവാണല്ലോ, ഡിസ്റ്റർബ് ചെയ്യരുത്, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവര് മിണ്ടാതിരിക്കും. ചില കുട്ടികൾ അവന്റെ അടുത്ത് പോയി കിടന്ന് ഉറങ്ങുന്നും പറയും. അവൻ എണീക്കണത് എല്ലാം വീണ്ടും കലപില എന്ന് പറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു പറഞ്ഞു, കളിക്കാൻ തുടങ്ങുന്നു പറഞ്ഞു. അതുവരെയും ഇവര് മിണ്ടാതിരിക്കും. ഇവർക്ക് സൈലൻസ് എന്നുള്ളത് അവരെ പ്രാക്ടീസ് ചെയ്യിക്കേണ്ട കാര്യമില്ല, അവരത് ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ മോണ്ടിസോറി സ്കൂളുകളിലും, മോണ്ടിസോറി മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്ന സ്കൂളുകളിൽ സൈലൻസ് ഗെയിം മോണ്ടിസോറി മെത്തേഡിന്റെ ഭാഗമായിട്ട് ക്ലാസ് റൂമുകളിൽ ചെയ്യാറുണ്ട്. പിന്നെ റൈറ്റിംഗ് ആൻഡ് റീഡിങ് എക്സ്പ്ലോഷൻസ് ആണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന എക്സ്പ്ലോഷൻ ആയിട്ടാണ് റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങിനെ കുറിച്ച് മറിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, ചോദിക്കാൻ വിട്ടു, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അല്ലാതെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രീവിയസ് ബാച്ചിന്റെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കിട്ടിയിരുന്നോ? ഇല്ല, കിട്ടി മാം, കിട്ടിയായിരുന്നു. 100 നോന്ന് പറയണ പോലെ തോന്നി, എന്താ ചോദിച്ചത്? ഓക്കെ, അല്ല മിസ് ഇടാന്നല്ലേ പറഞ്ഞിരുന്നത്? മിസ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാനല്ല അത് ഇടുന്നത്, വിത്ത് ആൻസർ കീസ് ഞാനല്ല ഇടുന്നത്.
അല്ല മിസ്, ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല. ഞങ്ങക്ക് ക്ലാസ് റൂമിൽ കിട്ടിയിട്ടില്ലല്ലോടാ. പിന്നെ ഞങ്ങൾക്ക് വേറെ ബാച്ചിൽ ആ പിള്ളേരാണ് ഇട്ടിരുന്നത്. ക്ലാസ് ക്ലാസ് റൂമിൽ കിട്ടിയിട്ടില്ല മാം. അത് ഞാൻ പറയാം. വിത്ത് ആൻസർ കീസ് ആ 2 ക്വസ്റ്റ്യന്റെ ഇത് തരാനായിട്ട് പറയാം. ഞാനത് ചോദിക്കാനായിട്ട് വിട്ടുപോയി. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എല്ലാ ബാച്ചിലും. ഇല്ല മാം, അത് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ ഇല്ല. ഓക്കെ. റൈറ്റിംഗ് റീഡിങ് അത് ഞാൻ ഇടുവോ? ഞാനിടാം. ഞാനത് അറിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിച്ചു. റൈറ്റിംഗ് റീഡിങ് എക്സ്പ്ലോഷൻ പോലെയാണ് വരുന്നത്. അപ്പൊ മോണ്ടിസോറി അതുകൊണ്ട് എപ്പോഴും പാരന്റ്സ് എന്ന കുട്ടികളെ എന്തെങ്കിലും എഴുതിപ്പിക്കൂ. കാരണം അവരെ സംബന്ധിച്ച കുട്ടി ഇരുന്ന് ഹോംവർക്ക് ചെയ്യണത് കാണാനൊക്കെ ആയിരിക്കുമല്ലോ താല്പര്യം. അതാണല്ലോ മോണ്ടിസോറി മെത്തേഡ് പലപ്പോഴും ചില പാരന്റ്സിന് ഡൈജസ്റ്റ് ആവാത്തെ. കാരണം നിർബന്ധിച്ച് ഹോംവർക്ക് കൊടുക്കലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതൊന്ന് എന്തെങ്കിലും എഴുതിപ്പിക്കൂ, എന്തെങ്കിലും വായിപ്പിക്കൂ എന്നൊക്കെ പറയുന്നത് മറിയം മോണ്ടിസോറിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പാരന്റ്സിന്റെ ഇങ്ങനെ ഭയങ്കര ഒരു കമ്പൽഷൻ വന്നപ്പോ ഇതുപോലെ കാർഡ്ബോർഡുകളിൽ ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുത്തു ആദ്യം, പിന്നെ സാൻഡ് പേപ്പറിലും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് നിങ്ങൾ ചെയ്യൂ. ഞാൻ വൈവ നടത്തിയ പലതിലും എല്ലാവരും മലയാളത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ചില സ്കൂളുകളിൽ മലയാളം പഠിപ്പിക്കേണ്ട വരുമല്ലോ. ചിലര് സാൻഡ് പേപ്പർ വെച്ചാൽ മലയാളത്തിലൊക്കെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ബുദ്ധിമുട്ടല്ലേ. റായൊക്കെ പിന്നെയും പറ്റുമായിരിക്കും, ആയൊക്കെ കട്ട് ചെയ്യും. എന്ത് ഭംഗിയായിട്ട് ആയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് തോന്നുന്നു. അപ്പൊ അത്രയും എഫേർട്ട് എടുത്തു ആ കുട്ടികള്. നമുക്കിപ്പോ ആൽഫബറ്റ്സും നമ്പേഴ്സും വലിയ ബുദ്ധിമുട്ടില്ലാതെ സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. വളരെയധികം പോസിറ്റീവ് റിസൾട്ട് വന്നു. മറിയം മോണ്ടിസോറി ചെയ്ത കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെ നമ്മുടെ ഓരോ ട്രെയിനീസും അവർ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത് കട്ട് ചെയ്യാൻ. എന്നെ നല്ല മനസ്സിലെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, കാരണം അത്ര പണി ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഇവര് ടീച്ചിങ് പ്രാക്ടീസിന് ചെന്നപ്പോ എഴുതാതെ ടീച്ചർമാർ ഉപേക്ഷിച്ച കുട്ടികളുണ്ട് ആ സ്കൂളുകളിൽ. അതിനെ ഒന്നും ചെയ്യിക്കേണ്ട, അത് ക്ലാസ്സിൽ അവിടെ ഇരിക്കുള്ളൂ, ഒന്നും എഴുതില്ല, ഒന്നും വായിക്കില്ല എന്ന് പറഞ്ഞു. ആ കുട്ടികളെ വരെയും എഴുതിപ്പിച്ചു. അവർ വായിക്കാൻ തുടങ്ങി, അവർക്ക് എഴുതാൻ ഇഷ്ടമായി. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് കൊണ്ട് മാത്രമാണ്. അപ്പൊ അത് വൈവയ്ക്ക് വരുമ്പോ എല്ലാവരും എന്നോട് ഷെയർ ചെയ്തിരുന്നു. അത് വളരെ റിസൾട്ട് ആയിട്ട് ചില സ്കൂളിലുള്ളവര് അത് വാങ്ങിച്ചു വെച്ചു. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയി ആരുടെയെങ്കിലും വാങ്ങിച്ചു വെച്ചു എന്ന് വിചാരിച്ച് വൈവയ്ക്ക് എൻ്റെ ഇല്ലല്ലോ, ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരണമല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ച് പരീക്ഷയുടെ ഇടയ്ക്ക് അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ആ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും കേട്ടോ. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10ൽ ഞാൻ 5 മാർക്ക് അതിനങ്ങ് കൊടുക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മറിയം മോണ്ടിസോറി അന്ന് പറഞ്ഞു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പാക്ട് തരുന്ന, നല്ല റിസൾട്ട് തരുന്ന ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ആണ് അന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുട്ടികൾ ഇത് ട്രേസ് ചെയ്യാൻ തുടങ്ങി. എന്നോട് ചിലര് പറഞ്ഞു സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് കാണാനും ഒരു ഭംഗിയില്ല, കട്ട് ചെയ്യാനും ഒരു സുഖമില്ല. ഞങ്ങള് ഇത് എന്താ മറ്റേ ഇതില്ലേ ഫോം ഷീറ്റ് ഇല്ലേ, ഗ്ലിറ്റേഴ്സ് ഉള്ളത്, ഗ്ലിറ്ററിൽ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അത് കട്ട് ചെയ്യാൻ നല്ല സുഖമാണല്ലോ, നമ്മൾ വിചാരിക്കണ പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എന്നിട്ട് ചോദിച്ചു, കുട്ടിയുടെ മുന്നിൽ വെച്ചപ്പോ അത് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. കാണാൻ ചിലപ്പോ ഗ്ലിറ്റർ വന്നത് ഇഷ്ടപ്പെട്ട് കാണും, ട്രേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരത് പിന്നെ തൊടില്ല, അവർ സാൻഡ് പേപ്പറേ തൊടുള്ളൂ. അപ്പൊ അത് ശരിയാന്ന് സംഭവിച്ചു എൻ്റെ അടുത്ത് പിള്ളേരെല്ലാം. കട്ട് ചെയ്തെടുക്കാൻ ഒത്തിരി നേരം എടുക്കും. അത് ശരിയാ. അപ്പം അതിന്റെ റിസൾട്ട് ഭയങ്കരമാണ് മായ. അതാണ് എന്താ പറയാ, ഞാൻ ആരുടെയും ടീച്ചിങ് പ്രാക്ടീസ് കാണാനൊന്നും പോയിട്ടില്ല. ശരിക്കും നമ്മുടെ കോഴ്സ് അനുസരിച്ച് എല്ലാവരുടെയും വിസിറ്റ് ചെയ്യണമെന്നാ. പക്ഷെ ഈ പല ഭാഗത്ത് കിടക്കുന്നവരുടെ ഞാൻ ഇവിടെ പോയി വിസിറ്റ് ചെയ്യും. അപ്പോ ഇത് ഫീഡ്ബാക്ക്, ചിലര് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതിന്റെ അന്ന് രാവിലെ ടെൻഷൻ പിടിച്ച് വിളിക്കും. ചിലര് കഴിയുന്ന അന്ന് ഈവനിങ് ആ ടെൻഷനൊന്നും അവർക്കില്ല, ഭയങ്കര സന്തോഷമായിരിക്കും. ആ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഭയങ്കര റിസൾട്ട് ആയിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. എനിക്കറിയാം അതിന്റെ റിസൾട്ട് ഭയങ്കര തന്നെയാണ്. ഓക്കെ, സോ കുട്ടികൾ അങ്ങനെ ട്രേസ്, കാരണം ഇതിന്റെ ആ ഒരു റഫ്നെസ് പെട്ടെന്ന് ഇവരുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇവരുടെ ഫിംഗർ ടിപ്സിൽ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ശരിക്കും ആ സിഗ്നൽ പോവും. ആ ട്രേസ് ചെയ്ത ലെറ്ററിന്റെ ഇമേജ് ഇവരുടെ ബ്രെയിനിൽ ഇംപ്രസ്ഡ് ആയിട്ടിരിക്കും. പിന്നെ അവരത് പേപ്പറിലേക്ക് എഴുതാൻ തുടങ്ങും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കുട്ടികൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്ത് പിന്നെ അവർ എഴുതാൻ തുടങ്ങി. അപ്പൊ
പാരന്റ്സ് വന്ന് നിർബന്ധിച്ചപ്പോ മറിയ മോണ്ടിസോറി അവരെ കൈപിടിച്ചെഴുതിക്കാനോ ഒന്നും നോക്കിയില്ല. അവർക്ക് കോപ്പി ബുക്ക് കൊടുക്കാനോ പോയില്ല. അതിന് പകരം കാർഡ് ബോർഡിൽ കട്ട് ചെയ്തു, സാൻഡ് പേപ്പർ ലെറ്റേഴ്സും കട്ട് ചെയ്തിട്ട് ട്രേസ് ചെയ്യിക്കുക ചെയ്തത്. അപ്പൊ അവരുടെ ആ ഒരു തോട്ട്, മോണ്ടിസോറിയുടെ തോട്ട് പോയത് നോക്കൂ. അതെല്ലാമാണ്. അപ്പൊ അങ്ങനെ അവരെ കൊണ്ട് റീഡിങ് റൈറ്റിംഗ് ഒക്കെ ചെയ്യിച്ച കുറെ കാര്യങ്ങള്. ഇത് നിങ്ങളെ പറ്റിയാല് അധികം കോസ്റ്റ് ഒന്നുമില്ല, ഞാൻ കാണിച്ചു തോന്നുന്നു. ഈ ഒരു ബുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കും. ദ ഡിസ്കവറി ഓഫ് ദി ചൈൽഡ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. എല്ലാ പ്രാക്ടിക്കൽ സെഷനും മോണ്ടിസോറി ഓരോ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തതും അത് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്തു, ഒബ്സർവ് ചെയ്തു. ഇപ്പൊ വാങ്ങാൻ ഞാൻ പറയുന്നില്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനല്ലാട്ടോ പറഞ്ഞത്. നമുക്ക് ഒരു ഫ്യൂച്ചർ, നമ്മുടെ കയ്യിലൊരു നല്ലൊരു റെഫറൻസ് ആയിരിക്കും മോണ്ടിസോറി മെത്തേഡിനെ പറ്റിയുള്ള ഒരു റെഫറൻസ്. ഇത് ഞാൻ അന്ന് 2017 ആ ഒരു സമയത്താണ് വാങ്ങിച്ചത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ബുക്കിലുള്ള പ്രൈസ് 325, പക്ഷെ എനിക്ക് അന്ന് എന്തോ ഓഫറിൽ കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, ഈ കാസ ഡി ബാംബിനിയിൽ കുട്ടികൾക്ക് എന്താണോ അവരുടെ സ്വന്തം വീട്ടിലില്ലാത്തത് അതാണ് അവർക്ക് അവിടെ കിട്ടിയത്. പ്രത്യേകിച്ചും ഈ സ്ലം ഏരിയ എന്ന് വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ കാസ ഡി ബാംബിനി സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെയായിരുന്നു മറിയ മോണ്ടിസോറിയുടെ കാര്യങ്ങൾ. പിന്നെ ഇവരിത് അവരുടെ നാട്ടിൽ മാത്രം ഒതുങ്ങാതെ ഇവരത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഓൾ ഓവർ ദ വേൾഡ് അവർ ട്രാവൽ ചെയ്തു. പലയിടത്തുനിന്നും അവർക്ക് ഇൻവിറ്റേഷൻ വന്നു, ചലഞ്ചസ് വന്നു. അതിനിടയ്ക്ക് ഈ ഹിറ്റ്ലറും മുസോളിനിയും ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തു, പിന്നെ അവർ പാര വയ്ക്കാൻ തുടങ്ങി, അവർ നിർത്തലാക്കി. പിന്നെ അവരുടെ കാലം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് വീണ്ടും മോണ്ടിസോറി ഇൻവൈറ്റ് ചെയ്യുന്നു. അവർ ഇന്ത്യയിൽ വന്നിരുന്നു ഗാന്ധിജിയുള്ള സമയത്താണ്. ഗാന്ധിജിയുള്ള സമയങ്ങളിൽ നമുക്ക് അംഗനവാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമില് അംഗനവാടികളിലൊക്കെ ഈ ഒരു മെത്തേഡിന്റെ ചെറിയൊരു രൂപം ഒക്കെ വന്നു. പിന്നെന്ന് വെച്ചാൽ ഗാന്ധിജി ഭയങ്കര ഒരു രാജ്യസ്നേഹിയാണല്ലോ, എല്ലാവരും രാജ്യസ്നേഹിയാണ്. പക്ഷെ അദ്ദേഹം മദർ ടങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ശ്രമിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് എല്ലാ ലാംഗ്വേജും ഇംഗ്ലീഷ് ഉൾപ്പെടെ എല്ലാം ഇംഗ്ലീഷ് മീഡിയം എന്നുള്ള രീതിയിൽ സ്കൂൾസ് ആയി തുടങ്ങിയല്ലോ പലയിടത്തും. അപ്പൊ അങ്ങനെ ഒരു ഇത് ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക. ഇവർ മോണ്ടിസോറി ടീച്ചേഴ്സിന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർ സ്ഥാപിച്ചു. കാരണം ഇവരൊരാൾ മാത്രമേ മെത്തേഡ് അറിഞ്ഞാൽ പോരല്ലോ. സോ നമ്മൾ ചെയ്യുന്ന അതേ ജോബ് അവർ ചെയ്യാനായിട്ട് തുടങ്ങി. നിങ്ങൾക്ക് ആർക്കെങ്കിലും മോണ്ടിസോറി ട്രെയിനറായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അതല്ല എനിക്ക് സ്കൂൾ ടീച്ചർ ആയാൽ മതി എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ. കാരണം ട്രെയിനർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടിനും അതിൻ്റെതായ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. മറ്റേത് കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം, ഇത് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നവരെ മോൾഡ് ചെയ്യണം, അതാണ്. സോ പിന്നെ ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും അത് ഓക്കെ അല്ലേ? ട്രഡീഷണൽ മെത്തേഡിൽ ഗ്രൂപ്പ് ലേണിംഗ്, ഒറ്റ ഗ്രൂപ്പിനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരേ സാധനമാണ് കൊടുക്കുന്നത്. മോണ്ടിസോറി മെത്തേഡിലാണെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ അത് കിട്ടും. ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. അതായത് ഓരോ കുട്ടിയുടെയും സ്പീഡ് വ്യത്യാസമായിരിക്കും. 2+5 ആഡ് ചെയ്യാനായിട്ട് ഒരു കുട്ടിക്ക് ആക്ടിവിറ്റി കൊടുക്കും. സെയിം ആക്ടിവിറ്റി വേറൊരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഒരു കുട്ടി അതിന് 10 മിനിറ്റ്സ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റേ കുട്ടി 5 മിനിറ്റ്സ് കൊണ്ട് തീർക്കും. ദാറ്റ് മീൻസ് ഓരോ കുട്ടിക്കും അവൻ്റെതായ ടൈം, അവൻ്റെതായ പേസ്, അവന്റെ പേസിൽ ചെയ്താൽ മതി. അവന്റെ ഒരു റേറ്റ്, ആ സ്പീഡിൽ ചെയ്താൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. പിന്നെ അവിടെ ചൈൽഡ് സെന്റേർഡ് മെത്തേഡാണ്. കുട്ടികളാണ് നമ്മുടെ ഫോക്കൽ പോയിന്റ്. അവിടുത്തെ ഫെസിലിറ്റേറ്റർ ഒരു ഒബ്സർവർ ആണ്. ഇന്റർവെൻഷൻ എപ്പോഴും ഇല്ല. ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചർ സെന്റേർഡ് ആണ്. ടീച്ചറാണ് ഫോക്കൽ പോയിന്റ്. ടീച്ചർ പ്ലാറ്റ്ഫോമിൽ എന്ന് പറയുന്നു, കുട്ടി കേൾക്കുന്നു. കുട്ടികളുടെ റോള് അവിടെ വളരെ കുറവാണ്. പിന്നെ അവിടെ പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് അവരുടെ സ്പീഡിൽ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. പിന്നെ ടീച്ചറാണ് തീരുമാനിക്കുന്നത് എന്ത് പഠിപ്പിക്കണം എന്നുള്ളത്. മോണ്ടിസോറി മെത്തേഡിൽ കുട്ടിക്ക് എന്താണോ നീഡ്, അത് താല്പര്യം, അവന്റെ ചോയ്സ്, അത് നടക്കുന്നു. അങ്ങനെ കമ്പാരിസൺ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ. നെക്സ്റ്റ്, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ. ഹ്യൂമൻ ബേബീസ് മോർ ഇൻകേപ്പബിൾ ആണ് അറ്റ് ബർത്ത് ടൈമില് അനിമൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതേസമയം അനിമൽസ് തന്നെ കാര്യങ്ങൾ അവർക്ക് പറ്റുന്നു അല്ലെ. അവർ പെട്ടെന്ന് ഒന്ന് വേച്ചാണെങ്കിലും അപ്പൊ തന്നെ നടക്കാൻ തുടങ്ങും, പിന്നെ ഓടാൻ തുടങ്ങും. പശുക്കുട്ടിയൊക്കെ കണ്ടിട്ടില്ലേ, പ്രസവിച്ച ഉടനെ തന്നെ
ഒന്ന് 2-3 സ്റ്റെപ്പൊക്കെ ഒന്ന് വേച്ച് പോകും. ഇങ്ങനെ എന്താ പറയുക, സ്ട്രഗിൾ ചെയ്യും മൂവ് ചെയ്യാനായിട്ട്. പിന്നെ അങ്ങോട്ട് ഓട്ടായിരിക്കും, തന്നെത്താനെ പാല് കുടിക്കുന്നു. ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കൊച്ചു ബേബി, നമ്മുടെ ഹ്യൂമൻ ബേബി ആണെങ്കിൽ തല പോലും ഉറച്ചുണ്ടാവില്ല, കണ്ണ് പോലും നോക്കാൻ ശരിക്കും ഫോക്കസ് ആയിട്ടുണ്ടാവില്ല. പാല് കുടിക്കണമെങ്കിൽ പിടിച്ചു വെച്ചു കൊടുക്കണം. അങ്ങനെ പല പ്രാവശ്യം പിടിച്ചു വെച്ചു കൊടുക്കുമ്പോഴാണ് പിന്നീട് അവർ തന്നെ പാല് സക്ക് ചെയ്ത് കുടിക്കാൻ തുടങ്ങുന്നത്. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പോ ഹ്യൂമൻ ബേബീസ് ഇൻകേപ്പബിൾ ആണ് ബർത്ത് ടൈമില്. അനിമൽ ബേബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവര് പെട്ടെന്ന് തന്നെ ഇൻഡിപെൻഡന്റ് ആകും. അപ്പൊ ഈ ഹ്യൂമൻ ബേബീസ് ഇൻഡിപെൻഡന്റ് ആകാൻ ടൈം എടുക്കും. കുറേ കാലം ഇവർ ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. ഇതാണ് നമ്മൾ ആ ഒരു മോണ്ടിസോറി ടേംസിൽ നമ്മൾ പറഞ്ഞു, അനിമൽസിന് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, പക്ഷെ ഹ്യൂമൻസിന് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ബർത്ത് ടൈമിൽ തന്നെ ഇല്ല. കുറെ അങ്ങ് കഴിയുമ്പോഴാണ് ഇവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യല് എൻവയോൺമെന്റ്, സറൗണ്ടിങ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ആ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരുന്നത്. അനിമൽസിന് അങ്ങനെയല്ല. അനിമൽസിന് അത് പെട്ടെന്ന് വരും. ബർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ കിളികള് കുറച്ച് ദിവസം കൊണ്ട് തന്നെ പറക്കും ആകാശത്തേക്ക് അല്ലെ. പിന്നെന്താ, സീ ടേർട്ടിൽ മുട്ട വിരിഞ്ഞ് അങ്ങനെ കടലിലേക്ക് പോകും. നീന്താനൊന്നും അവരാരും പഠിപ്പിക്കണ. ഡക്ക് അല്ലെ, പെട്ടെന്നാവും. അതേസമയം ഹ്യൂമൻ ബേബീസ് കുറേ നാള് ഡിപ്പെൻഡന്റ് ആയിട്ട് തന്നെ നിൽക്കും. അവർ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുന്നത്, അത് ഫുള്ളി ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ തന്നെ അവരുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസിലേക്ക് കടക്കണം. ഓക്കെ, ഇതൊക്കെയായിരുന്നു ആ കാര്യങ്ങള്. ആ ഒരു പൊട്ടൻഷ്യൽ നെബുല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് സാഹചര്യം, ഇപ്പോ നമ്മള് സ്ഫടികം സിനിമയിലെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നു. നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു കുട്ടി, പക്ഷെ അവന്റെ സാഹചര്യം അവനെ പുറത്തേക്ക് എടുത്ത് അവനെ വളരാനായിട്ട് സമ്മതിച്ചില്ല. അവന്റെ വളർച്ച മുരടിച്ച് അവന്റെ ലൈഫ് വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു കഥയായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. അവരുടെ ശരിക്കുമുള്ള പൊട്ടൻഷ്യല് മനസ്സിലാക്കി അവരെ ഗൈഡ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക. അതാണ് മോണ്ടിസോറി മെത്തേഡിൽ നടക്കുന്നത്. എന്ന് പറഞ്ഞ ട്രഡീഷണൽ മെത്തേഡിൽ നടക്കുന്നില്ല എന്നൊന്നുമില്ല കേട്ടോ. അത് ഡിപ്പെൻസ്. നമുക്കങ്ങനെ ട്രഡീഷണൽ ടീച്ചേഴ്സിനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അവരും കുട്ടികളെ പലപ്പോഴും ഗൈഡ് ചെയ്യാറുണ്ട്. സെൽഫ് ബിൽഡ് ആകണം, അതായത് അവർ ഇൻഡിപെൻഡന്റ് ആകണം. അങ്ങനെ സെൽഫ് ബിൽഡ് ആകണമെങ്കിൽ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ആകണം എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഏതൊക്കെയാണ് ആ 2 കണ്ടീഷൻസ്? ഒന്ന്, എൻവിയോൺമെന്റ്, അവന് ചുറ്റുമുള്ള അവൻ വളരുന്ന എൻവിയോൺമെന്റ് അത് അവന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. രണ്ടാമത്തത് ഫ്രീഡം, അവന് ഫ്രീഡം വേണം, എന്തിനുമുള്ള ഫ്രീഡം വേണം. അവനെ നമ്മളൊന്നും ചെയ്യാതെ അടക്കി ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഡെവലപ്മെന്റ് അറസ്റ്റ് ചെയ്തു പോകുന്നു. ഈ കുട്ടി സെൽഫ് ബിൽഡ് ആകാനായിട്ട് 2 കണ്ടീഷൻസ് ആണ് മോണ്ടിസോറി പറയുന്നത്. അവന്റെ എൻവിയോൺമെന്റ് അത് പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് ആയിരിക്കണം. ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതിൽ പ്രിപ്പയർ ചെയ്തിരിക്കണം. രണ്ടാമത്തത് ഫ്രീഡം, അവന് ഫ്രീഡം വേണം. എന്നാൽ മാത്രമാണ് സെൽഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ബിൽഡ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് പോസിബിൾ ആവുള്ളൂ. അപ്പോ കുട്ടി ജനിക്കുമ്പോ തന്നെ ഇങ്ങനെ ആയതുകൊണ്ട് ഇവന്റെ മൈൻഡ് അപ്പോഴും ഭ്രൂണാവസ്ഥയിലാണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. എംബ്രിയോ സ്റ്റേജിലാണെന്നാ പറയുന്നത്. ദാറ്റ് ഇസ്, അതുകൊണ്ടാണ് അതിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോൾ എംബ്രിയോ ആണല്ലേ, ഭ്രൂണം നമ്മൾ പറയില്ലേ, എംബ്രിയോ സ്റ്റേജിലാണ്. അത് സമയമെടുത്ത് പൂർണ്ണ വളർച്ച എത്തുമ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ പുറത്തേക്ക് വരുമ്പോൾ ഒരു പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യ കുഞ്ഞായി. പക്ഷെ അപ്പോഴും അവന്റെ മൈൻഡ് എംബ്രിയോ സ്റ്റേജിലാണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. അതിനെ മോണ്ടിസോറി വിളിച്ച പേരാണ് സ്പിരിച്വൽ എംബ്രിയോ. കുട്ടിയുടെ വളർച്ച കണ്ടീഷൻസ് നെസസറി ആയിട്ടുള്ളത് എൻവിയോൺമെന്റും ഫ്രീഡവും. പിന്നെ ഈ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുട്ടിയെ സഹായിക്കുന്ന അവന്റെ ഉള്ളിലുള്ള സ്പാർക്ക് അല്ലെങ്കിൽ ഇന്റേണൽ എയ്ഡ്സ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡുമാണ്. കുട്ടി എന്തിനോടും സെൻസിറ്റീവ് ആണ്, ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളോടും സെൻസിറ്റീവ് ആണ്. എന്ത് ശബ്ദം കേട്ടാലും എന്ത് കാഴ്ച കണ്ടാലും അവൻ ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. സോ അതാണ് അവൻ സെൻസിറ്റീവ് പീരീഡിലാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അബ്സോർബന്റ് മൈൻഡ് സ്പഞ്ച് പോലെയാണ്, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം ഫുൾ അബ്സോർബ് ചെയ്യുന്ന പോലെ കാണുന്നതും കേൾക്കുന്നതും എല്ലാവരും പിടിച്ചെടുക്കുക. അങ്ങനെ റെക്കോർഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അവരുടെ ഉള്ളിലാകും. ഓക്കെ, ഇതും ഇവരെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ
സെൻസിറ്റീവ് ആകുന്ന കാര്യങ്ങളും അബ്സോർബ് ചെയ്യുന്ന കാര്യങ്ങളും പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണെങ്കിൽ ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് പോസിറ്റീവ് ആയിരിക്കും. അതേസമയം നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് താന്നു പോകും, വളർച്ച മോശമായ രീതിയിലേക്ക് മാറും. ജനിക്കുമ്പോ തന്നെ ഒന്നും ഇത് ഭയങ്കര നിഷ്കളങ്കരാണല്ലേ. ഇവരുടെ ഈ പറയുന്ന കാര്യങ്ങള് കണ്ടീഷൻസ് നെസസറി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് എന്ന് പറയുന്ന 2 കാര്യം, എൻവയോൺമെന്റും ഫ്രീഡവും. അത് ഇന്റേണൽ എയ്ഡ്സ്, ഈ ഒരു എൻവയോൺമെന്റില് ഫ്രീഡത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവരുടെ ഹെൽപ്പ് ചെയ്യുന്ന ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇന്റേണൽ ടൂൾസ്, ഇന്റേണൽ എയ്ഡ്സ് എന്ന് പറയുന്നതാണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും. പിന്നെ നമ്മൾ ഗ്രോണപ്സുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞു, കുട്ടി ചെയ്യുന്ന പോലെയല്ല, അഡൽട്ട് ചെയ്യുന്ന പോലെയല്ല കുട്ടി ചെയ്യുന്നത്. ഓക്കെ, കുട്ടി എൻജോയ് ചെയ്യുന്ന എന്തും അഡൽട്ട് അങ്ങനെ എൻജോയ് ചെയ്യണമെന്നില്ലല്ലോ. പിന്നെ ഇൻഡിപെൻഡൻസ്, അവര് ഇൻഡിപെൻഡന്റ് ആകുന്നത് 1 ഇയർ ആകുമ്പോഴേക്കൊക്കെ നമുക്ക് കാണാം കുട്ടികൾ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡന്റ് ആകുന്നത്. 1 ഇയർ ആകുമ്പോഴേക്കും ഞാൻ ചെയ്യാം, ഞാൻ തന്നെ കഴിച്ചോളാം, ഞാൻ തന്നെ ഒളിച്ചോളാം, ഞാൻ തന്നെ ഡ്രസ് ചെയ്തോളാം, അങ്ങനത്തെ കുറെ ഡയലോഗ്സ് പറയാറില്ലേ. അത് എൻകറേജ് ചെയ്യണം എന്നാ പറയുന്നത്. അങ്ങനെ കുട്ടി ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുമ്പോൾ അവന്റെ ആ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുഴപ്പമില്ലെങ്കിൽ നമ്മളത് എൻകറേജ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അവനൊരു ഒരു സെൽഫ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും. എല്ലാം എന്തും ചെയ്യാനായിട്ട് ഏതൊരു പ്രായത്തിയാലും ആരെങ്കിലും വേണം എന്നുള്ളൊരു ഇതായി പോകും. പിന്നെ ഡിസിപ്ലിൻ, അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി നമുക്ക് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഇത് ഇവരില് ഡിസിപ്ലിൻ ഫോം ചെയ്യുവാണ്. ഇപ്പൊ നാളത്തെ ക്ലാസ്സും കൂടെ വേണ്ടി വരും അല്ലെ നമുക്ക് ഫുൾ തീരാനായിട്ട്. 2 ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും തീരുവാണെങ്കിൽ തീരട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ 3ാമത്തെ യൂണിറ്റ് പാർട്ട് 3-ലായിരുന്നു. പിന്നെ ഇവരുടെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ, ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ ഇഷ്ടപ്പെട്ട ഒരു ജോബ് ആണെങ്കിൽ നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും, പവർ ഓഫ് അറ്റൻഷൻ. ഇവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ ഓരോ ടാസ്ക് കൊടുക്കുവാണെങ്കിൽ ഇവരുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യും, പവർ ഓഫ് അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യും, ഡിസിപ്ലിൻ ഫോം ചെയ്യും, തന്നെത്താനെ ഫോം ചെയ്യുക ഈ സെൽഫ് ഡിസിപ്ലിൻ. തൊട്ടപ്പുറത്തെ വീട്ടിലെ 2 കുട്ടികൾ രാവിലെ കളിക്കാൻ വന്നാട്ടോ, ഇതുവരെ പോയിക്കുക അവര്. അപ്പം അവിടെ ഇങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷൻ ഞാൻ കേൾക്കാം. ഇങ്ങനെ അതിപ്പോ അങ്ങനെയായിരിക്കുമല്ലോ, അവരുടെ വീട്ടിൽ അവരെ എന്ത് ചെയ്താലും എല്ലാ കുട്ടികളുടെ കാര്യത്തിലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇങ്ങനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു കുഴപ്പമില്ല, അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാം ചെയ്തു. ഞാനാണെങ്കിൽ ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നില്ല, എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോണിലൂടെ ഞാൻ കാര്യങ്ങൾ ചോദിക്കലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവര് 4 പേരും കൂടെ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ കഴിയണു. ഞാൻ വരുമ്പോ ഒരു പ്രോബ്ലവും ഇല്ല. കളിക്കണു, ഫുട്ബോൾ കളിക്കണു, അത് കളിക്കണു, ഇത് കളിക്കണു. ഭക്ഷണം മാത്രം സമയത്ത് എത്തിച്ചാൽ മതിയായിരുന്നു. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതാണ് കുട്ടികൾക്ക് അവരുടെ ഒരു എൻവയോൺമെന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പം അവര് വളരെ ഒബീഡിയന്റ് ആയിട്ട് ആ ഒരു ഡിസിപ്ലിൻ അവർക്ക് ഫോം ചെയ്യുന്നത്. അവര് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര വയലന്റ് ആവുക. ഞങ്ങൾ ആ വീട്ടിൽ എപ്പോഴും ഒരു വയലൻസാ, എപ്പോഴും അവർ വയലന്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോ കാരണം അവിടെ റെസ്ട്രിക്ഷൻ ഭയങ്കര കൂടുതലാണ്. അത് ഒരു രീതി അങ്ങനെ പറയുമായിരുന്നു. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക, കുട്ടി ആ ഒരു ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുമ്പോഴേക്കും അവന് പറ്റുന്ന കാര്യങ്ങൾ അവനെ തന്നെ ചെയ്യാൻ നമ്മളെ അലോ ചെയ്യുമ്പോൾ അവനത് ഇഷ്ടപ്പെടുന്നു, അതിനോടൊരു ഇഷ്ടം തോന്നുന്നു. അത് മാത്രമല്ല റിപ്പീറ്റ് ചെയ്യുന്നു. ഇഷ്ടം തോന്നുന്ന കാര്യം വീണ്ടും ചെയ്യാൻ തോന്നുമല്ലോ, റിപ്പീറ്റ് ചെയ്യും. അതിനോട് വളരെ ശ്രദ്ധയുണ്ടാവും, പവർ ഓഫ് അറ്റൻഷൻ കൂടും, കോൺസെൻട്രേഷൻ കൂടും. അത് ഇവരിൽ തന്നെത്താനെ ഉണ്ടാക്കുന്ന ഒരു റിസൾട്ടാണ് ഡിസിപ്ലിൻ. അപ്പോ ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ, വേറെ ആരും വടി കാണിച്ചോ വഴക്ക് പറഞ്ഞോ അല്ല ഡിസിപ്ലിൻ ഉണ്ടായത്, തന്നെത്താനെ ജനറേറ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായത്? കുട്ടിക്ക് വേണ്ടുന്ന ഫ്രീഡം കൊടുത്തോണ്ടാണ്. അപ്പൊ ഫ്രീഡം കൊടുക്കുമ്പോൾ കിട്ടി ആ ഒരു ഫ്രീഡം, ലിബർട്ടിയുടെ ഒരു ഫ്രൂട്ട്, അതുകൊണ്ടുണ്ടായ റിസൾട്ട്, ഫ്രൂട്ട് എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നുകൊണ്ടാണ് ഞാനിതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ഫ്രീഡം കൊടുത്തപ്പോ കുട്ടിയിൽ ജനറേറ്റ് ചെയ്ത് വന്നൊരു റിസൾട്ടാണ് സെൽഫ് ഡിസിപ്ലിൻ. അപ്പോ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി, ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആണല്ലോ, കുറച്ചുകൂടെ നമ്മൾ ഫ്രീഡത്തെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതാണ് ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി ആണ് ഇവിടെ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് വന്നത്. അങ്ങനെ പിന്നെ അപ്പൊ അങ്ങനെ നമ്മള് കുഞ്ഞിന്
ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് കൊടുത്തു, അവന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തു, അവന് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായി, തന്നെത്താനെ ജനറേറ്റ് ചെയ്തു. പിന്നെന്താ, നമ്മളെ ഫോളോ ചെയ്യും കുട്ടി. കാരണം അവന് ഇതെല്ലാം ഒരുക്കി കൊടുത്തത് നമ്മളാണല്ലോ. സോ ഒബീഡിയൻസ്, അവനനുസരിക്കാൻ തുടങ്ങുന്നു. അവന്റെ ഒബീഡിയൻസും ജനറേറ്റ് ചെയ്തു. അങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ ഓരോ സ്റ്റേജിലും ഓരോന്നുണ്ടാകുന്നതെന്ന് പറയാൻ മോണ്ടിസോറി പറയുന്നത്. നിങ്ങളുടെ ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ, ഞാനൊരു ADHD പ്രോബ്ലം നിങ്ങൾ ആരും കണ്ടോന്ന് എനിക്കറിയില്ല. ഒരു മൂവി ഞാൻ കണ്ടിരുന്നു, സർക്കീട്ട്, മലയാളം കേട്ടോ, ആസിഫ് അലിയുടെ. നല്ല മൂവിയാ, ഭയങ്കര രസമുണ്ട്. 2 മണിക്കൂറേ ഉള്ളൂ മൂവി. അതൊരു കുട്ടിയും ADHD ഉള്ള ഒരു കുട്ടിയും ആസിഫ് അലിയും കൂടിയുള്ള ഒരു ബോണ്ടിങ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. നല്ല ഭംഗിയായിട്ട്, നല്ല രസമുണ്ട്. അപ്പൊ ആ കുട്ടീനെ അതിന്റെ പാരന്റ്സ് വീട്ടില് അടച്ചിട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. കാരണം അവൻ അത്ര ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഒരിടത്തും അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. അവൻ അതുപോലുള്ള ആക്ടിവിറ്റീസാ ചെയ്യുന്നത്. സ്കൂളില് വിടില്ല. കാരണം എന്താന്ന് വെച്ചാൽ സ്കൂളിൽ അവൻ ഒട്ടും അടങ്ങിയിരിക്കില്ല. ടീച്ചർമാര് അവനെ ഒഴിവാക്കാൻ നോക്കിയിട്ടില്ല. അവര് പറഞ്ഞെന്താന്ന് വെച്ചാൽ നിങ്ങളൊരു ഷാഡോ ടീച്ചറെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അതായത് അവന്റെ കൂടെ എപ്പോഴും അവനെ നോക്കാൻ ഒരാളെ ഏൽപ്പിക്കും. പക്ഷെ വീട്ടുകാർ അതിന് തയ്യാറല്ല. അങ്ങനെ ഇവര് ജോലിക്ക് പോകുമ്പോൾ കുട്ടിയെ ലോക്ക് ചെയ്തിടും ഒരു റൂമില്. നല്ലൊരു മൂവിയാണ്, അത് കണ്ടു നോക്കും. ഞാൻ സ്പോയിലർ ആകുന്നില്ല. ആസിഫ് അലിയും ആ കുഞ്ഞുമായിട്ടുള്ള കണക്ഷൻ പിന്നെയാണ് തുടങ്ങുന്നത്. അവനുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ അതിൽ കാണാൻ പറ്റും. ADHD ആയ കുട്ടിയെ ആസിഫ് അലി മാനേജ് ചെയ്യുന്നതും ഒക്കെ നല്ല രസമായിട്ടാണ് തന്നെ. ഓക്കെ, സർക്കീട്ട് എന്ന മൂവിയുടെ പേര്. അപ്പൊ അതാണ് അവന് വേണ്ടുന്ന ഒരു എൻവയോൺമെന്റ് അവിടെ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞപ്പം അവനിൽ വന്ന മാറ്റങ്ങളായിരുന്നു അത്. ഓക്കെ, നമുക്ക് ഈ ഒരു മെത്തേഡ് നമ്മൾ അറിയുന്നതിന് മുമ്പ് നമ്മൾ ചുറ്റും കാണുന്നതിനെ നമ്മൾ അത്ര ഒബ്സർവ് ചെയ്യില്ല. പക്ഷെ ഈ മെത്തേഡ് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓരോ കുഞ്ഞിനെയും കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം മനസ്സിലാവും. ആ ഓരോ കുട്ടിയുടെയും ആ ഓരോ രീതികൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ഈ മെത്തേഡ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ എല്ലാ ബാച്ചിലും ഇപ്പൊ റിക്വസ്റ്റ് ചെയ്യുക, വൈവ കഴിയുമ്പോഴാണ് ഈ മനസ്സിലാവുന്നത്. കാരണം ലൈവ് ക്ലാസ്സിൽ വരാൻ പറ്റാത്തവരുണ്ടാവും, പല പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ റെക്കോർഡ് ക്ലാസ് എങ്കിലും കാണൂ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുക എല്ലാ ബാച്ചിലും. കാരണം ഈ മെത്തേഡ് ചെന്നിട്ടില്ല ചിലർക്കൊന്നും. അത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് കുറെ ജോലി കിട്ടിയെന്ന് വിചാരിച്ചു. മോണ്ടിസോറി ഇത് പഠിച്ച് നിങ്ങൾക്ക് മൂവി നെയിം സർക്കീട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടിയെന്ന് വിചാരിച്ചോ, ഒരു ടീച്ചറായിട്ടൊരു ജോബ് കിട്ടി. അത് ഏത് ടീച്ചറാണെങ്കിലും, ഏത് ക്ലാസ് ആണെങ്കിലും, ഏത് സ്കൂളാണെങ്കിലും ടീച്ചറായിട്ടൊരു ജോബ് കിട്ടുമ്പോൾ നമ്മുടെ ഫാമിലിയില് നമുക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് പറ്റി. ഡെഫിനറ്റ്ലി നമ്മുടെ ഫാമിലിയിൽ വ്യത്യാസം വന്നു. ബട്ട് നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികളുടെ അത്രയും ഫാമിലിയായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുക. ആ ഫാമിലിയിലൊക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. വേറൊരു ജോലിയിലും അത് നടക്കില്ല. ഒരു ഓഫീസിലെ വർക്ക് ഏതെങ്കിലും ഒരാളുടെ ഫാമിലിയിൽ വ്യത്യാസം വരുത്താൻ പറ്റുമോ? അതേസമയം 20 കുട്ടികൾ നിങ്ങൾക്കുണ്ട് സ്കൂളിൽ. ആ 20 ഫാമിലിയില് നിങ്ങളുടെ റിഫ്ലക്ഷനാ, നിങ്ങളുടെ പ്രകാശം ചെല്ലുക 20 ഫാമിലിയിലേക്ക്. അത് ഓർക്കണം. ഈ ജോബിന്റെ ഒരു മഹത്വം ഒന്ന് ഓർക്കണം കേട്ടോ. അതുകൊണ്ട് മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ ഈ ടെക്സ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെയും മതി. ഇനി പഴയ റെക്കോർഡ് ക്ലാസ്സിൽ നിന്ന് കാണാനോ ഒന്നുമല്ല ഞാൻ പറയണത്. ഈ മെത്തേഡ് എന്താണെന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. ഇതിന് എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും ഒന്ന് വായിച്ച് അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും എല്ലാം ജനറേറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബാച്ചിലർ കുട്ടി റെക്കോർഡ് എഴുതാൻ കൊടുത്തുള്ളൂ. ഫസ്റ്റ് റെക്കോർഡ് ഓക്കെ, എല്ലാവരെയും ഹാപ്പിയായി, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതിയല്ലോ. സെക്കൻഡ് റെക്കോർഡ്, തേർഡ് റെക്കോർഡ് നമ്മുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ്. തന്നെത്താനെ റൈംസ് എഴുതണം, തന്നെത്താനെ സ്റ്റോറി എഴുതണം. അപ്പൊ എന്നോട് ചോദിച്ചു, മാം ആ സ്റ്റോറിക്ക് പറ്റുന്ന ഒരു പിക്ചേഴ്സ് ഒട്ടിക്കണമല്ലോ, ഓരോ സ്റ്റോറിക്കും ഓരോ റൈംസിനും പിക്ചേഴ്സ് ഒട്ടിക്കണമല്ലോ നമുക്ക്. അതിനുള്ള റൈംസും സ്റ്റോറിയും ഞാൻ AI ചോദിച്ചു. AI മെസ്സേജ് അയക്കുക, ഇതാണ് സ്റ്റോറി, എൻ്റെ ഇതിനെ പറ്റിയ പിക്ചേഴ്സ് ഒക്കെ എനിക്ക് തരൂ, ഇതാണ് മെസ്സേജ്. അപ്പൊ എനിക്ക് AI കുറെ നല്ല പിക്ചേഴ്സ് കിട്ടി. ഞാൻ അത് ഒട്ടിച്ചോട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വാട്ട്സ് യുവർ റോൾ എന്ന് ചോദിച്ചു. ഇതിനകത്ത് വാട്ട്സ് യുവർ റോൾ എന്ന് ചോദിച്ചു. ഞാൻ ആരോടും തന്നെത്താനെ വരയ്ക്കാനോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സ്റ്റോറിക്ക് ആപ്റ്റ് ആയിട്ടുള്ള പിക്ചർ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നോക്കി
കട്ട് ചെയ്ത് ഒട്ടിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വരയ്ക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് വരപ്പിച്ചിട്ട് കളർ ചെയ്യിക്കുക. ഇതാണ് തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് ഒരു പിക്ചർ, ഒരു ഗാർഡനിലൂടെ ഒരു പെൺകുട്ടി ഓടിക്കൊണ്ട് പോകുന്നു നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു കഥയാണ് എഴുതിയിരിക്കുന്നെങ്കിൽ, ഇത് കംപ്ലീറ്റ് എയോട് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, ചിന്തിക്കുന്ന മുഴുവൻ എ അല്ലേ. അത് എന്ന് വെച്ചാൽ ആ ബാച്ചിന് ആ റെക്കോർഡ് കൊടുക്കുമ്പോ മോണ്ടിസോറി മെത്തേഡിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാട്ടോ. അത് എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആൾ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടി തന്നെയാ. അതിന് ഇപ്പൊ ജോബ് പ്ലേസ്മെന്റുമായി നല്ല ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആളങ്ങനെ ചെയ്തപ്പോ എനിക്കൊരു കുഞ്ഞു വിഷമം മാറുമായിരിക്കും. അവർക്ക് ആ മെത്തേഡ് എത്തുമ്പോഴേക്കും അതിന് മനസ്സിലാവുമായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ഇമാജിനേഷൻ, അപ്പൊ അവിടെ ആ കുട്ടി എഐനെ ഡിപ്പെൻഡ് ചെയ്തപ്പോ കൂടുതൽ ചിന്തിച്ചില്ല. കഥ ആൾക്ക് കിട്ടി, കഥയെ അങ്ങ് കൊടുത്തു, അതിന് പിക്ചർ കൊടുത്തു. അപ്പൊ ചിന്തിക്കുന്നില്ല എനിക്ക് എന്ത് പിക്ചർ വേണം, എങ്ങനത്തെ പിക്ചർ ആയിരിക്കും നല്ലത്, ആ പിക്ചറിന് ഞാൻ എന്ത് കളർ കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആള് ചിന്തിക്കുന്നില്ലല്ലോ. അവിടെ ഇമാജിനേഷൻ നടന്നില്ല, ക്രിയേറ്റിവിറ്റി നടന്നില്ല, കംപ്ലീറ്റ് ചെയ്തത് ആയിരുന്നു. ഇവിടെ കുട്ടികൾക്കും ഇതുപോലെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി വരണമെങ്കിൽ അവർക്ക് നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം. എന്ന് പറയുമ്പോൾ റിയാലിറ്റി അല്ല അല്ലെ, കുട്ടികൾക്ക് അതുപോലെ റിയൽ തിങ്സുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ റിയൽ സ്റ്റോറീസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ഫ്രീഡം കൊടുക്കണം, എപ്പോഴും നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോഴാണ് കുട്ടികളുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. നമ്മൾ എന്ത് കാര്യം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കും അല്ലെ. ഞാൻ ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ് ഇസ് ഇൻ യുവർ ഹാൻഡ് ഇഫ് തന്നിരുന്നോ? ഞാൻ ഗൂഗിൾ സെർച്ച് നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല, ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാനിത് ഗൂഗിൾ സെർച്ച് ചെയ്യാനല്ലോ പറഞ്ഞേ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതായിരുന്നു നിങ്ങളുടെ ഒപ്പീനിയൻ. ചിലര് പറഞ്ഞു ശരിയാ, എന്റെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ വേറെ ആൾക്കാരുടെ കയ്യിലാണ്. ചിലര് പറഞ്ഞു ഞാനത് അനുവദിക്കില്ല, എന്റെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ അത് എന്റെ കയ്യിലാണ്. ചിലര് പറഞ്ഞു ഇനി മുതൽ എന്റെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കില്ല, ഞാൻ എന്റെ കയ്യിൽ തന്നെ വെക്കും. അങ്ങനെ അതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അല്ലാണ്ട് കുറേ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കുറേ കാര്യം എഴുതി വെക്കുക എന്നുള്ളത്. നമ്മൾ എന്താ, നമ്മുടെ ചിന്ത ഉണരണം. അപ്പൊ ഒരു 40+ അല്ലെങ്കിൽ 30+ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ആ കുഞ്ഞു ബേബീസ് അവരെന്ത് ഭംഗിയായിട്ട് ചിന്തിക്കും, അവരുടെ ഇമാജിനേഷൻ ഇത്ര നന്നായിരിക്കും. ഓക്കെ. പിന്നെ നമ്മളുടെ ഒരു ട്രെയിനി അല്ല, കഴിഞ്ഞ ബാച്ചിലെ MT3 ജസ്റ്റ് ഇപ്പൊ പാസ് ഔട്ട് ആയ ഒരു കുട്ടി ഇന്റർവ്യൂവിന് പോയപ്പോ എല്ലാ മെറ്റീരിയൽസും കൊണ്ടാ പോയത്. ഒരു ബാഗ് നിറയെ എല്ലാമായിട്ട് പോയി. സോക്സ് കൊണ്ട് സ്നേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് പറഞ്ഞിരുന്നോ? വളരെ ഈസി, വളരെ ഈസി, 1 മിനിറ്റ് പോലും വേണ്ട സോക്സ് കൊണ്ട് സ്നേക്ക് ഉണ്ടാക്കാനായിട്ട്. എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. കാരണം അത് ആ കുട്ടിക്ക് ആ ജോബ് കിട്ടാൻ ഒരു കാരണം അതായി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ വീട്ടിൽ പഴയ സോക്സ് ഉണ്ടാവില്ലേ, ഒരെണ്ണം മതിയാകും. ആ സോക്സിന്റെ നമ്മൾ സോക്സ് കയ്യിലിടുമ്പോ, അതായത് കുഞ്ഞുങ്ങൾ കാലിലിടുമ്പോ കാലിന്റെ പാദത്തിന്റെ മോൾഭാഗത്തേക്ക് വരുന്ന ആ ഭാഗമില്ലേ, അതായത് ഈ ഒരു ഭാഗം, ഇവിടെ ഗൂഗിളി ഐസ് കിട്ടില്ലേ വാങ്ങാൻ, കണ്ണ് സ്നേക്ക് ഉണ്ട് എന്റെ കയ്യില്. ഇതൊരെണ്ണം ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. ഗൂഗിളി ഐസ് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഇത് ഈ മോൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. എന്നിട്ട് ഈ ഒരു കൈയുടെ ഈ ഒരു ഭാഗം ഞാൻ 2 രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് 2 രീതി ഉണ്ടാക്കിയാൽ മതി. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഷേപ്പില്, ഇങ്ങനെ ഒരു ഷേപ്പില്, ഒരു ഫ്ലവറിന്റെ പെറ്റൽ പോലെ ഷേപ്പില് ഉള്ളില് കാർഡ്ബോർഡ് വെച്ചിട്ട് തുന്നി ചേർത്തു. എന്താന്ന് വെച്ചാൽ കൈ മടക്കുമ്പോ സ്നേക്കിന്റെ പോലെ ആ മടക്ക് നല്ല രീതിയിൽ വരും. ഈ നാക്കിന്റെ ഭാഗത്താട്ടോ റെഡ് കളറിൽ വെച്ചത്. നല്ല സോക്സ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ടിരിക്കും. എന്റെ ഇത് അത്ര നന്നായിട്ടിരിക്കണില്ല. ഇങ്ങനെ ചെയ്യാം. കാർഡ്ബോർഡ് വെക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ മടക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവും, ഒരു സ്നേക്ക് ഫീൽ കിട്ടും. മറ്റേ സോക്സ് ഞാൻ കാർഡ്ബോർഡ് വെക്കാതെ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് മറ്റേ റെഡിലെ കണ്ണൊക്കെ പോയി, പിള്ളേരെങ്ങാണ്ട് പൊളിച്ചു വന്നു. ഇതിന് കണ്ണുണ്ട്, കണ്ടോ? ഇപ്പൊ ചിലര് ഇത് ഞാൻ ക്ലാസ്സിൽ കാണിച്ചു കൊടുത്തപ്പം
സ്നേക്ക് ഉണ്ടാക്കി, റാബിറ്റ് ഉണ്ടാക്കി, അങ്ങനെ പല പല സാധനങ്ങൾ സോക്സ് വെച്ച് തന്നെ ഉണ്ടാക്കിട്ടോ. കണ്ടോ, നാക്ക് ഇങ്ങനെ വരും. ഇപ്പൊ വൈറ്റ് ആയതുകൊണ്ട് ആ നാക്കിന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് കണ്ടപ്പോ ആ ഇന്റർവ്യൂ ബോർഡിലുള്ളവർ ആദ്യം ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. നമ്പർ ചാർട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പിക്ചേഴ്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് മാത്സിന്റെ രീതിയിൽ കുട്ടികളെ നമ്പേഴ്സ് പഠിപ്പിക്കുന്ന രീതിയിൽ നമ്പർ ചാർട്ട് വെച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ ഉണ്ട്, പിന്നെ വേറെ ഏതോ 2 ടീച്ചേഴ്സ് ഉണ്ടെന്ന്. യൂസഫ് അലിയുടെ സ്കൂളായിരുന്നു കേട്ടോ, തൃപ്രയാർ ഭാഗത്ത്. ഒരു പയ്യൻ സുജാതയുടെ സുജാത എന്ന് പറയുന്ന PG ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതന്നെ സുജാത. അപ്പൊ ഞാൻ സുജാതയോട് പറഞ്ഞു, സുജാതയുടെ എക്സ്പീരിയൻസ് സുജാത ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമോ, മറ്റുള്ളവരൊന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ എടുത്തു ആ ഒരു പയ്യൻ. ആ പയ്യൻ പറഞ്ഞു അത്രയും നല്ല ക്ലാസ് ആണ്. പിന്നെ സ്നേക്ക് കണ്ടപ്പോ അവര് പറഞ്ഞു ഒരു സ്റ്റോറി പറയാമോ എന്ന് ചോദിച്ചു, സ്നേക്ക് യൂസ് ചെയ്തിട്ട്. സുജാത പറയാം, ആ മനസ്സിൽ തോന്നിയത് ഒരു കഥ പോലെ അങ്ങ് പറഞ്ഞു. അതൊക്കെ വരുവാ ചെയ്തത്. അപ്പൊ അവർക്കും മനസ്സിലായി പ്രീ പ്ലാൻഡ് ആയിട്ട് സ്റ്റോറി പറഞ്ഞതല്ല, പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തത്. കാരണം സ്നേക്ക് വെച്ച് കഥ പറയാൻ പറഞ്ഞപ്പോ സുജാത ഒരു കഥ അങ്ങ് തട്ടിക്കൂട്ടി. സുജാത പ്ലേസ്ഡ് ആയി അവിടെ, നല്ല പാക്കേജും ഉണ്ട്. സുജാതയ്ക്ക് ഇപ്പൊ ഒരു ടെൻഷൻ, എനിക്കിത് പറ്റൂ. സുജാതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടാണ് ഞാനിപ്പോ ക്ലാസ്സിലേക്ക് വേഗം കയറിയത്. സുജാതയ്ക്ക് ആകെ ഒരു വെപ്രാളായി, ഇപ്പൊ ഒരു ടെൻഷൻ പോലെ. ഏത് ജോബിന് കയറാൻ പോവാണ്, ഞാൻ എന്ത് ചെയ്തൊക്കെ പറഞ്ഞ് സുജാത ഇങ്ങനെ. കിട്ടിയപ്പോ ഒരു സന്തോഷം, പക്ഷെ ദിവസം ചെല്ലുന്നതോറും പേടി തോന്നുന്നു. എനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് മേജാവും. നമ്മളെ ഒട്ടും ജഡ്ജ് ചെയ്യാത്ത വളരെ നിഷ്കളങ്കരായ കുട്ടികളാ വരുന്നേ. അവര് നമ്മളെ ചീത്ത പറയാനോ നമ്മളെ കുറ്റപ്പെടുത്താനോ നമ്മളെ ഇതാക്കാനോ ഒന്നും പറയില്ല. നമ്മളെ എത്രത്തോളം സപ്പോർട്ട് നമുക്ക് കിട്ടും, നമ്മൾ ഭയങ്കരമായിട്ട് മേജാവും ആ ഗ്രൂപ്പുമായിട്ട്. അപ്പൊ ഈ ഒരു ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റിക്ക് ഒരിക്കലും ഗൂഗിളോ കുഞ്ഞിന്റെ മുന്നിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളത്. കാരണം അവരുടെ ഇത് വരില്ല. നമുക്ക് ഇവരുടെ ഇന്റലിജൻസ് ലെവൽ അറിയണമെങ്കിൽ ഇവരുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി മനസ്സിലാകണം. ഓക്കെ. പിന്നെ അഡൾട്ടിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചേർന്ന് നിൽക്കുക എന്നുള്ള സപ്പോർട്ട്, ഗൈഡൻസ്. എപ്പോഴെങ്കിലും ഇന്റർവെൻഷൻ ആവശ്യം വരുന്നുണ്ട്, അഡൾട്ട് എപ്പോഴും സെക്കൻഡറി ആയിട്ട് നിൽക്കണം. പ്രൈം ഇമ്പോർട്ടന്റ് നമ്മുടെ കിഡാണ്. പിന്നെ മോറൽ വാല്യൂസ് അവർക്ക് കിട്ടണം, അല്ലെ? നമ്മൾ പകർന്നു കൊടുക്കുന്നത് അവർക്ക് മോറൽ വാല്യൂസ് ആയിട്ട് വരുന്നത്. ആ ഒരു എന്താ പറയുക, ഒരു ലക്കിലി ഞാൻ പറയുവാണെങ്കിൽ എന്റെ 2 കുട്ടികളും അവർ തമ്മിലും അങ്ങനെ ദേഹോപദ്രവം ചെയ്തുള്ള വഴക്കുണ്ടാക്കാറില്ല. ആ ഒരു ഈവൻ തമ്മിൽ സംസാരിച്ചില്ലെങ്കിൽ പോലും ഒരാളിരിക്കുന്നതിന്റെ അടുത്ത ആൾ പോയി ഇരുന്നോളും. നാളെയും ഫ്യൂച്ചറിലും അവരങ്ങനെ ആയാൽ മതി, നമ്മളില്ലാത്ത സമയത്തും അവരങ്ങനെ ആയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് തമ്മിൽ തല്ലുന്നത്. വഴക്ക് പിടിച്ച് വളരണമെന്നൊക്കെ പറയും, പക്ഷെ ആ വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹം, ആ ഒരു ഇത് വരുന്നതാവണം. അല്ലാതെ ഒരു വെറുപ്പ്, ദേഷ്യം വരുന്നൊരു വഴക്കൊരിക്കലും സിബ്ലിങ്സ് തമ്മിലോ അടുത്തുള്ളവർ തമ്മിലോ ആകരുതല്ലോ. അപ്പൊ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് കുറെ കുട്ടികളുണ്ട്. ഒരാളുടെ ബർത്ത്ഡേ വരുമ്പോൾ ഇവരെല്ലാരും കൂടെ ആ വീട്ടിൽ കൂടും. അങ്ങനെ കഴിഞ്ഞ ദിവസം അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കുട്ടികളുടെ തമ്മിൽ. കുഞ്ഞു കുട്ടികളിലെ ചെറിയ പിണക്കങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ ആലോചിക്കും, ഇവര് വളർന്ന് വലുതാവുമ്പോഴും ഇങ്ങനെ തന്നെ മതിയായിരുന്നു. കാരണം ആ ഒരു തമ്മിലൊരു ഗ്രഡ്ജ് ഒന്നും ഉണ്ടാകാതെ പരസ്പരം സപ്പോർട്ടീവായിട്ട് ഒരാളുടെ ഒരു അച്ചീവ്മെന്റില് സന്തോഷിക്കുക. അതൊക്കെ ഞാനിങ്ങനെ ഇരുന്നിങ്ങനെ ആലോചിക്കും കേട്ടോ. പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ മക്കളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പം കാരണം നമ്മള് കണ്ടിട്ടുണ്ട് പിള്ളേര് തമ്മില് വയലന്റ് ആയിട്ട് ഈ റോഡിലൊക്കെ കിടന്ന് പിടിക്കുന്നതും ചില കോളേജുകളിൽ ഭയങ്കര ബഹളം നടക്കുന്നതും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു അസസ്മെന്റ് ടൂളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതായിരുന്നു നമ്മുടെ പറഞ്ഞിട്ടില്ല? അത് പറഞ്ഞില്ലായിരുന്നോ? ഒരു അസസ്മെന്റ് ടൂള് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നോ? അസൈൻമെന്റോ ആക്ടിവിറ്റിയോ സബ്മിറ്റ് ചെയ്യാനുള്ള ഒന്നുമല്ല, ഫോർ യുവർ ഗ്രോത്ത്. അതായത് ഈ എന്താ പറയുക, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന് മറിയം മോണ്ടിസോറി കുട്ടികളുടെ ഗ്രോത്തിനെ 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ഈ 2 സ്റ്റേജിനെ അവർ അഗെയിൻ ഓരോ സ്റ്റേജിനെ 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൈൽഡ്ഹുഡ് എന്നുള്ള ഫസ്റ്റ് സ്റ്റേജ് 2 പീരീഡ് ആയിട്ട് ഡിവൈഡഡ് ആയി. അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞ സെക്കൻഡ് സ്റ്റേജും വീണ്ടും അഗെയിൻ 2 സ്റ്റേജ് ആയി. ഇത് മിസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സേ. ഒരു ബുക്കിൽ പാർട്ടായിട്ട് ഇത് ചെയ്തിട്ട്
ഓരോ സ്റ്റേജും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പിന്നെ ആ സെൽഫ് ഡെവലപ്പ് ആ ചാപ്റ്ററും കൂടെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായിരുന്നു. ഇതിപ്പോ ഞാൻ പറയാൻ വന്നത് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും, എത്ര പീരിയഡ്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ചിലർ ബൈ മിസ്റ്റേക്ക് 2 എന്ന് എഴുതും. 2 സ്റ്റേജ് ആണല്ലോ, അപ്പൊ 2 എന്ന് അറിയാതെ ആൻസർ ചെയ്യും. പക്ഷെ നമുക്ക് 4 പീരീഡ് ആണ്. ഈ ഗ്രോത്തിനെ, ഈ സ്റ്റേജസിനെ 4 പീരീഡ് ആയിട്ടാണ് ശരിക്കും ഡിവൈഡ് ചെയ്തേക്കുന്നത്. 4 പീരീഡ് അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേര് 4 ഫോർമേറ്റീവ് പ്ലെയിൻസ്. അപ്പൊ ചില ക്വസ്റ്റ്യനിൽ എത്ര പീരീഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്, ചില ക്വസ്റ്റ്യനിൽ എത്ര ഫോർമേറ്റീവ് പ്ലെയിൻസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടിന്റെയും ആൻസർ 4 ആണ്. എത്ര സ്റ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഉള്ളൂ. എത്ര പീരീഡ് എന്ന് ചോദിച്ചാൽ 4 ആണ്. എത്ര ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ആണ്. 0 to 6 ഫസ്റ്റ് പീരീഡ്, 6 to 12 സെക്കൻഡ് പീരീഡ്, 12 to 18 തേർഡ് പീരീഡ്, 18 to 24 ഫോർത്ത് പീരീഡ്. ആ രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെയായിരുന്നു അതിനകത്ത് വന്നത്. അവിടെയും കുട്ടികൾക്ക് മാം ഒരു പ്രാവശ്യം കൂടിയും പറയോ? മരിയ മോണ്ടിസോറി കുട്ടികളുടെ ഗ്രോത്ത്, ആ ഒരു ഡെവലപ്മെന്റിനെ 2 പീരീഡ് ആയിട്ട് 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് 2 ആണ്, ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. മോണ്ടിസോറി എഗെയിൻ ഈ ഓരോ സ്റ്റേജിനെയും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 4 പീരീഡ് വന്നു. അതിനെ ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്നും പറയും. 4 പീരീഡ്സ് അല്ലെങ്കിൽ 4 ഫോർമേറ്റീവ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് പീരീഡ് 0 to 6 ഇയേഴ്സ് ആണ്. ആ ഏജിൽ കുട്ടിക്ക് വരുന്ന ഓരോ ചേഞ്ചസ് നമ്മൾ കണ്ടു. സെക്കൻഡ് പീരീഡ് 6 to 12 ഇയേഴ്സ് ആണ്. അതായത് ടീനേജിന്റെ പടിവാതിക്കലേക്ക് ചെന്നെത്തുന്നത് 6 to 12 ഇയേഴ്സ്. പിന്നെ 12 to 18 ഇയേഴ്സ് ടീനേജ്, ആ ഒരു പീക്ക് ടൈം 12 to 18 ഇയേഴ്സ്. പിന്നെ അഡോളസൻസ് അല്ലെ, 18 to 24 ഇയേഴ്സ് മെച്യൂർ ആയി നമ്മൾ പറയുന്നു. വകതിരിവ് വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു പ്രായം. 24 ഇയേഴ്സ് ആകുമ്പോൾ കുട്ടിയുടെ ബ്രെയിൻ പൂർണ്ണ വളർച്ച എത്തുന്ന പറയാം. ഇമോഷണൽ സൈഡും ഇന്റലക്ച്വൽ സൈഡും മെച്യൂർ ആകുന്ന ഒരു ടൈമാണ് 24 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. പക്ഷെ 0 to 6 ഇയേഴ്സിലാണ് മറിയ മോണ്ടിസോറി കൂടുതലായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഈ അത് കഴിഞ്ഞുള്ള ഏജിൽ കാര്യമായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ലെങ്കിലും അവരവരുടെ ഒബ്സർവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ 6 to 12 ഇയേഴ്സിൽ പല ഒബ്സർവേഷൻസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങളിത് വായിക്കുക. ഞാൻ ആ 3rd യൂണിറ്റ് വരെ പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് നാളത്തെ ക്ലാസ്സിൽ ബാക്കിയും പറയാം. നമുക്ക് ആ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജി, പിന്നെ പല പല രീതിയിലുള്ള ഡെവലപ്മെന്റ്, ഡിഫൻസ് മെക്കാനിസം, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ സൈക്കോളജി പാർട്ടില്. ഡിഫൻസ് മെക്കാനിസം ഭയങ്കര കൺഫ്യൂഷനാന്ന് എല്ലാരും പറഞ്ഞിരുന്നു, മാറിപ്പോന്നു. കാരണം ക്വസ്റ്റ്യൻ നിറയെ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഡിഫൻസ് മെക്കാനിസത്തിന്റെ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പാർട്ട് 3 മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനും ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടില്ല കേട്ടോ. പാർട്ട് 3-ലെ 2 സബ്ജക്റ്റിൽ നിന്നും 50 ക്വസ്റ്റ്യനിൽ 30 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ എന്റെ. ആൻഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. മോക്ക് ടെസ്റ്റും ആ ഒരു 100 ക്വസ്റ്റ്യൻസ് തരാന്ന് പറഞ്ഞില്ലേ, അത് രണ്ടും അതെല്ലാം നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യും. ഇപ്പം ജോബ് ഉള്ളവർക്ക്, സമയമില്ലാത്തവർക്ക്, ഒട്ടും പഠിക്കാൻ സമയമില്ല, അങ്ങനെയുള്ളവരോട് ഞാൻ പറയുവാണ്, നിങ്ങൾ ഈ അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പുതുതായ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നല്ലപോലെ പഠിച്ചാൽ തന്നെയും മോണ്ടിസോറി മെത്തേഡ് എന്താണെന്ന് അറിയും, മനസ്സിലാവുകയും ചെയ്യും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. സോ അത് ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് കരുതിയിട്ട് ഇത് മാത്രം പഠിച്ചു വരികയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ചിന്തിക്കാനേ ഇപ്പൊ സമയമുള്ളെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, മോണ്ടിസോറി മെത്തേഡ് പിന്നീട് ഒന്ന് മനസ്സിലാക്കണം, എന്നിട്ട് വേണം അത് അപ്ലൈ ചെയ്യാൻ. അതറിയാതെ ഒരിക്കലും പോയി അപ്ലൈ ചെയ്യരുത് കേട്ടോ. കാരണം ഇവയ്ക്ക് ഇരിക്കുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നു. അതാണ്. ക്ലാസ്സിൽ എഴുതാത്ത ഒരു കുട്ടിയെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഞാൻ അവന്റെ കൈ പിടിച്ച് എഴുതിക്കും. അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് എന്നോട്. അവൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ അവന്റെ ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ കൈപിടിച്ച് എഴുതിക്കുന്ന പരിപാടിയില്ല. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കൊടുക്കും, അവനോട് ട്രേസ് ചെയ്യാൻ പറയും. അതാ ചില കുട്ടികൾക്ക് പക്ഷെ കൈ പിടിക്കാൻ അവർക്കൊരു കോൺഫിഡൻസ്. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുമ്പോഴേക്കും, നമ്മളൊന്ന് സൈക്കിളിൽ പിടിക്കുമ്പോൾ ഓടിക്കാൻ പഠിക്കുന്ന കൊച്ചിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. പക്ഷെ ആ പിടിക്കുന്നത് വേദനയില്ലാത്ത പോലെ പിടിക്കണം. ചിലരെ കണ്ടിട്ടില്ലേ, ഉറക്ക പിടിച്ച്
തൊട്ട് വരയ്ക്കുക. നമ്മൾ തൊട്ടാ മതി, ബാക്കി വരയ്ക്കണത് അവർ ചെയ്തോളൂ. ആ രീതിയിൽ പിടിക്കാം. അത് കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, ഒരിക്കലും നിർബന്ധിച്ച് ചെയ്യരുത്. ട്രേസ് ചെയ്യാൻ കൊടുക്കുക, മണ്ണിൽ ഇട്ടിക്കണം. ഓക്കെ, ഇത് ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞതല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ യൂണിറ്റ് 3 വരെ ഞാൻ പറഞ്ഞു. കുറെ പറഞ്ഞതെല്ലാം ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിരുന്നു പറഞ്ഞത്. പിന്നെ അടുത്ത ക്ലാസ്സിൽ ബാക്കി പാർട്ട് 2ഉം പാർട്ട് 3യും നമുക്ക് നോക്കാം. പാർട്ട് 1ഉം പാർട്ട് 4ഉം നിങ്ങൾക്ക് നല്ല ഈസിയാണ്. പിന്നെ ജസ്റ്റ് നോക്കിയിട്ട് വരാം, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരും. എഡ്യൂക്കേഷൻ സൈക്കോളജി ചോദിച്ച ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ കേട്ടോ, എന്താ അത് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പൊ ഈ പാർട്ട് 3 മാത്രമാണ് ഞാൻ ക്വസ്റ്റ്യൻ എഴുതി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൂ. ബുദ്ധിമുട്ടൊന്നുമല്ല, ഇത് ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. ഞാൻ തരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. പിന്നെ അത് മാത്രല്ല, അങ്ങനെ നല്ലൊരു പോയിന്റിനെ വെച്ചിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുള്ളൂ. ചുമ്മാ കഷ്ടപ്പെടുത്താൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല കേട്ടോ, ക്വസ്റ്റ്യൻ ഇടുകയുമില്ല. ഇതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് വെക്കുകയോ വോയിസ് ഇട്ട് വെക്കുകയോ ചെയ്യുക. പിന്നെന്താ പറയാവുന്നേ, വേറെ കാര്യം, എക്സാം കഴിഞ്ഞിട്ട്, എക്സാം നമ്മുടെ കഴിയുമല്ലോ, നമ്മുടെ വൈവയുടെ ടൈം ആകുമ്പോൾ ഒരു ഹെൽപ്പും കൂടെ ചെയ്യണം. അത് നിങ്ങൾ അപ്പൊ ചിന്തിച്ചാൽ മതി. എക്സാമിനെ പറ്റി ഓർത്തോളൂ. ഞാനൊന്ന് പറഞ്ഞു വെക്കണത്, നേരിട്ട് ഇത്രയും ഗ്രൂപ്പിനെ കാണാൻ കിട്ടില്ലല്ലോ. അതായത് നമ്മൾ ചെയ്യേണ്ടത്, ഡിപ്ലോമ ഉണ്ടാവും, PG ഉണ്ടാവുമല്ലോ. ഡിപ്ലോമ ഗ്രൂപ്പിൽ നിന്ന്, ഡിപ്ലോമ മാത്രമുള്ളവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു 5ഓ 6ഓ ലീഡേഴ്സ് മുന്നോട്ട് വരിക. അതുപോലെ PGന്നും അതുപോലെ 5ഓ 6ഓ ലീഡേഴ്സ് മുന്നോട്ട് വരിക. എന്നിട്ട് ഞങ്ങളൊരു ഓരോ ലീഡർക്കും 20 പേരെ, നിങ്ങളുടെ ബാച്ചിൽ തന്നെയുള്ള 20 പേരുടെ ടൈം ഷെഡ്യൂൾ വൈവയ്ക്കുള്ളത് തരും. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് തന്നിരിക്കുന്ന ടൈമിൽ അവര് വൈവ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ട് വരണം എന്ന് അവരെ ഇൻഫോം ചെയ്യിക്കുക, നമ്മളെ കൺഫേം ചെയ്യിക്കുക. അഥവാ ആർക്കെങ്കിലും ആ ഒരു ടൈമിൽ ഒരു ബുദ്ധിമുട്ട് വന്നു, അത് നിങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. വേറൊരു ടൈം അവർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ 20 പേര് തമ്മിൽ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മതി, ഏത് ടൈമാണോ കംഫർട്ടബിൾ ആകുന്നത്. നിങ്ങൾ തന്നെ അത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വൈവ നടത്താൻ പറ്റും. പെട്ടെന്ന് വൈവ തീർത്ത് മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഡിലേ ആവില്ല. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഷെഡ്യൂൾ ഇടുന്നതൊന്നും ആരും കാണുന്നില്ല, അവരറിയണേ ഇല്ല ടൈം സ്ലോട്ട് വന്നു പോണത്. നമ്മൾ ആ ടൈമിൽ വന്ന് ഇങ്ങനെ ഇരിക്കും, ഗൂഗിൾ മീറ്റിൽ വന്നിരിക്കും, വരണേ ഇല്ല. അപ്പം പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ അവരെ വിളിക്കുമ്പോഴാണ് അറിയണം അവരിതൊന്നും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയും. ജോലിക്കൊക്കെ പോണവരായിരിക്കും, അവര് അറിയണേ ഉണ്ടാവില്ല. ഗ്രൂപ്പിൽ കുറെ മെസ്സേജ് വരുന്നതും ഒന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഇത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ റെഡി ആണെങ്കിൽ, ഇങ്ങനെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് നിന്ന് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വൈവ തീർത്ത് ഇത് ചെയ്യാം. ഓക്കെ, വരാത്തവരുടെ സൈൻ ആൻഡ് സീല് നിങ്ങൾക്ക് ഒട്ടും വരാൻ പറ്റില്ലേ? എന്തെങ്കിലും വന്ന് സൈൻ വാങ്ങാനൊന്നും പറ്റില്ല? നമുക്ക് ആലോചിക്കാം. കാരണം ഇതുവരെ എല്ലാവരും എങ്ങനെയെങ്കിലൊക്കെ വന്ന് സൈൻ വാങ്ങിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് വരാൻ പറ്റുന്ന ഒരു ദിവസം നമ്മളോട് ചോദിക്കും, കുറെ പേര് ഒരുമിച്ച് വരുവാണെങ്കിൽ ഞങ്ങൾ ഓഫീസിൽ വന്ന് സൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് മറ്റു ബാച്ചുകൾ. വേറൊരു ഓപ്ഷൻ സൈൻ കിട്ടോ? അതായത് പ്രാക്ടിക്കൽസിന് വരുമ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരിക, സൈൻ കിട്ടും. പിന്നെ പിക്ചർ ഒട്ടിക്കാൻ പറ്റിയില്ല, അങ്ങനത്തെ ചെറിയ ചെറിയ റീസണാണെങ്കിൽ നമ്മളത് പ്രോബ്ലം ഇല്ല, സൈൻ തരും. അതേസമയം ഒട്ടും അവിടെ ഒക്കെ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഫുള്ള് അത് സൈൻ തരാൻ പറ്റില്ലല്ലോ, കാരണം എല്ലാരും കംപ്ലീറ്റ് ആക്കി വരില്ലേ. എന്നാ 1ഓ 2ഓ പിക്ചർ എനിക്ക് ഒട്ടിക്കാൻ പറ്റിയില്ല, കളക്ട് ചെയ്യണം, അതൊക്കെ ഓക്കെ, സൈൻ തരാം, പ്രോബ്ലം ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടി, പ്രാക്ടിക്കൽ സെഷൻ മോർണിംഗ് ഒരു 10:30ക്ക് തുടങ്ങിയാലും ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് തീരും. അപ്പൊ നിങ്ങള് അന്ന് വൈവയ്ക്ക് റെഡിയായി വരുവാണെങ്കിൽ കുറെ പേരുടെ വൈവ അന്ന് നടക്കും. MT4 ഒരു 10-15 പേരുടെ വൈവ അന്ന് അവര് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് അവർ ചെയ്തു. അന്ന് ഓക്കെ ആണെങ്കിൽ അന്ന് വൈവയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കുകയും ചെയ്യാം നമ്മള്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ചോളൂ. ഇപ്പൊ പരീക്ഷയുടെ ഇടയ്ക്ക് അത് കൂടുതൽ തലപോയിക്കേണ്ട. വൈവ നടത്താൻ ഈ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് തീർക്കാൻ പറ്റും.
നമുക്ക് അല്ലെങ്കിൽ പേഴ്സണലി ഓരോരുത്തരെ വിളിച്ച് 10 മണിക്കൊക്കെ രാത്രി വിളിച്ച് 10:30-ക്കൊക്കെ വൈവ നടത്തിയ. കാരണം ഒരു രക്ഷയില്ല, പകലവരെ കിട്ടുന്നില്ല. മാം വൈവയ്ക്ക് പ്രാക്ടിക്കൽ സെക്ഷൻസ് നേരിട്ട് ചെയ്യണ്ടേ? ചെയ്ത് കഴിഞ്ഞിട്ടാ വൈവ നടത്തുള്ളൂ എന്ന് പറഞ്ഞു. പ്രാക്ടിക്കല് കഴിഞ്ഞിട്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഞാൻ എന്താന്ന് പറയാം. പ്രാക്ടിക്കല് കഴിഞ്ഞിട്ടേ വൈവ നടത്തുള്ളൂ എന്ന് പറയാൻ കാരണം, നമുക്ക് വൈവ സെഷനില് നമ്മുടെ അപ്പാരറ്റസിന്റെ ഒരു സെഷൻ ഉണ്ട്, 100 മാർക്ക്. അപ്പാരറ്റസ് എന്ന് പറയുന്നത് മോണ്ടിസോറി മെറ്റീരിയൽസ്, നിങ്ങൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ആ മെറ്റീരിയൽസ് എന്താന്ന് അറിഞ്ഞാലല്ലേ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ടാണ് വൈവ നടത്തുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മിസ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. മിസ് കഴിഞ്ഞ ദിവസം അസൈൻമെന്റ് ഇട്ടില്ലേ, മറ്റേ കഴിഞ്ഞ ദിവസം അസൈൻമെന്റ് 10 ക്വസ്റ്റ്യൻ. അത് എപ്പോഴാ അതിന്റെ ഡേറ്റ്? എപ്പോഴാ, എപ്പോഴാ കംപ്ലീറ്റ് ചെയ്യുന്നത്? അത് 100 മാർക്കിന്റെ ഇതാണോ മാം? സെമ്മിന്റെ 100 മാർക്കാണ്. പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ സെഷനിൽ അസൈൻമെന്റ്സ് ഓർ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട്, ആൻഡ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടാ. റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സർവേയും ബാക്കി നമ്മൾ ചെയ്ത എല്ലാ അസൈൻമെന്റുമാണ്. ഇപ്പൊ ടോട്ടൽ എല്ലാ അസൈൻമെന്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 50 മാർക്സ് കിട്ടും. സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ 50 മാർക്സ് വരും. പക്ഷെ അതോർത്ത് വിഷമിക്കേണ്ട, സർവേ ചെയ്യാത്തവർക്ക് ഞാൻ മാർക്ക് കുറച്ചിട്ടില്ല. സർവേയുടെ കണ്ടന്റ് വെച്ചിട്ട് അവരെ ക്വസ്റ്റ്യൻ ചോദിക്കും. അവർ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട്, എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും. സർവേ ചെയ്തു മാം. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇനി എപ്പോഴാണ് ചെയ്യുന്നതെന്നൊരു മതി. അതെന്താന്ന് വെച്ചാൽ പാർട്ട് 4 എടുക്കുമ്പോഴാണ് ആ അസൈൻമെന്റ് തരുന്നത് കേട്ടോ. അപ്പൊ പാർട്ട് 4 ഞാൻ എടുത്തില്ലല്ലോ. പാർട്ട് 4 ഞാനല്ലല്ലോ എടുത്തത്. അപ്പൊ അതാണ് ഞാൻ ഓർത്തില്ല. ആ ടീച്ചർമാർക്ക് ഞാൻ ഓൾറെഡി നേരത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ക്വസ്റ്റ്യൻ കൊടുത്ത ടീച്ചർ നിങ്ങളുടെ ബാച്ചിനില്ല. ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു പാർട്ട് 4 എടുക്കുന്ന എല്ലാ ബാച്ചിനും ഈ അസൈൻമെന്റ് കൊടുത്തേക്കണേന്ന് പറഞ്ഞു. പക്ഷെ ആ ടീച്ചർ അല്ല, നിങ്ങൾക്ക് ഇല്ല, നിങ്ങളുടെ ബാച്ചിനില്ല. അത് ഞാൻ ഓർത്തില്ല, അതാ പറ്റിയത്. അല്ല മിസ്സേ, അപ്പൊ പ്രാക്ടിക്കലി മെയ് 31 എക്സാം കഴിഞ്ഞപ്പാടെ തന്നെയല്ലേ അപ്പൊ ഈ അസൈൻമെന്റ് തയ്യാറാക്കാനുള്ളത് ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പൊ അവിടെ വൈവ വെച്ച് ചെയ്യുമ്പോ? അത് സാരില്ല, അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ ആ സെഷനിൽ നിന്ന് ആകെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ആ 10 ക്വസ്റ്റ്യനകത്ത് നിന്ന് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പ്രീ സ്കൂൾ ടീച്ചറെ പറ്റി പറയാമോ, നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്നത്. പിന്നെ ചോദിക്കുന്നത്, വേൾഡ് ഫേമസ് പ്രീ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്, ആരെങ്കിലും ഒരാളെ പറ്റി പറയാമോ എന്ന് ചോദിക്കും. എല്ലാവരും അറിയാൻ മോണ്ടിസോറിയെ പറ്റി പറയും. അല്ലെങ്കിൽ ആനി സല്ലവൻ, നമ്മുടെ ഹെലൻ കെല്ലറിന്റെ ടീച്ചറെ പറ്റി പറയും. അത്രേ ഞാൻ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്, ഒരു പുതിയ സ്കൂൾ തുടങ്ങുമ്പോൾ പാരന്റ്സിന് ഒത്തിരി കൺസേൺസ് ഉണ്ട്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, FAQs. അതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ പറയാമോ? ഇതിൽ കൂടുതൽ ഞാനങ്ങനെ സിമ്പിൾ ആയിട്ട് വൈവ ചോദിക്കും. ഇതൊക്കെ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കില്ല, പേടിപ്പിക്കലേ ഇല്ല. അത് ജയദേവ് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ നമ്മുടെ കുട്ടികളെ അവരൊന്നും പേടിപ്പിക്കില്ല. ഞാൻ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാല് എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂറായിരുന്നു വൈവ. കൊടുങ്ങല്ലൂർ വെച്ചാണ്. ഞാൻ പറവൂരിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകണം വൈവയ്ക്ക്. ഞങ്ങൾക്ക് വൈവയ്ക്ക് വരുന്നത് ഞങ്ങളുടെ മാമല്ല, വേറെ സെന്ററിലെ മാമാണ്. അവരൊരു ഭയങ്കര അരഗന്റ് ആയിട്ടുള്ളൊരു മാമായിരുന്നു കേട്ടോ. ഞാൻ ജഡ്ജ് ചെയ്യാൻ ഒരാളല്ല, പക്ഷെ അവരങ്ങനെയാണ്, ചിരിക്കേയില്ല, എല്ലാവരോടും അതേപോലെ നേച്ചറായിരുന്നു. അപ്പൊ ഞാൻ വൈവ വെച്ച ടൈമിൽ എനിക്ക് നല്ല പനി പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ ശരിക്കും എണീറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾക്കോ ഫ്ലെക്സിബിൾ ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇന്ന് വൈവ പറ്റില്ല, വേറെ സമയത്തേക്ക് മാറ്റിത്തരുമെന്ന് വെച്ചാൽ നമ്മളിവിടെ റെഡിയാ, മാറ്റിത്തരും. പക്ഷെ എനിക്ക് പനിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാറ്റില്ല. സോ എനിക്ക് മിനിമം മാർക്ക് ഇട്ട് അവർ പോകും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വലിയ ബാഗില് എന്റെ എല്ലാ മെറ്റീരിയൽസും എടുത്ത്, റെക്കോർഡും അസൈൻമെന്റും എല്ലാം എടുത്ത് ഞാൻ കൊടുങ്ങല്ലൂർക്ക് പോയി. എനിക്ക് അവിടെ ചെന്നപ്പോ തന്നെ എനിക്ക് ഒട്ടും വയ്യ, ഒട്ടും പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെന്നോട് ടീച്ചിങ് മെറ്റീരിയൽസ് ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമുക്ക് പറഞ്ഞിരുന്ന എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റണില്ല. ഞാൻ പിന്നെ എങ്ങനെയൊക്കെ കാണിച്ചു. എനിക്കതിന് C+ ആണ് അവര് ഇട്ടത്. ബാക്കി എല്ലാത്തിനും എനിക്ക് A+ ഉണ്ടായിരുന്നു, ഇതിന് മാത്രം C+. അപ്പൊ ആ ഒരു അനുഭവം എനിക്ക് ഉള്ളത് കൊണ്ട് എനിക്കറിയാം എന്റെ കുട്ടികളെ ഞാൻ കഷ്ടപ്പെടുത്തില്ല എന്നുള്ളത് ഞാൻ അന്നേ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ സാർ എന്നോട് പ്രത്യേകം പറഞ്ഞു, നമ്മുടെ പിള്ളേരാണ് ടീച്ചറെ, കാരണം ഞാൻ ടഫായിട്ട് ക്വസ്റ്റ്യൻസ് ഇടുന്നു എക്സാമിനെന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് ബാച്ചിൽ നിന്നൊരു ഫീഡ്ബാക്ക് വന്നേ. ഞാൻ പറഞ്ഞു സാർ അവരോട് മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കാൻ പറയാൻ പറഞ്ഞു. എന്താ പറ്റിയ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു മോക്ക് ടെസ്റ്റ് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാന്ന്. ആ ഫസ്റ്റ് ഓരോ യൂണിറ്റ് കഴിഞ്ഞ് ചെയ്തത് അവരങ്ങ് മറന്നുപോയി. മോക്ക് ടെസ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ ഇട്ടത് പരീക്ഷയ്ക്ക്. മോക്ക് ടെസ്റ്റിൽ നിന്നും അവരുടെ മോഡൽ എക്സാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇട്ടിരുന്നത്. ഈ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തത് തുടക്കത്തിലൊക്കെ പ്രാക്ടീസ് ചെയ്തു, പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. അതാ പറ്റിപ്പോയത്. അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്യും. എന്താണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ല. കാരണം എനിക്ക് റാഗിങ് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ റാഗ് ചെയ്യില്ലല്ലോ. നമ്മുടെ മെത്തേഡ് അതല്ലല്ലോ. ഓക്കെ, ഇതൊന്നല്ലോ. അപ്പൊ ടെൻഷനൊന്നും വേണ്ട, വളരെ കൂളായിട്ടിരുന്നിട്ട് ഈ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ്ലി ചെയ്യൂ. ഈ 100 ക്വസ്റ്റ്യൻസിന്റെ, അതായത് മോഡ്യൂൾ 1ന്റെ 100 ക്വസ്റ്റ്യൻ ആയിട്ട് 2 ബാച്ചിന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വിത്ത് ആൻസർ കീ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ PG എക്സാം ഈ ഡിപ്ലോമ എക്സാം കഴിഞ്ഞിട്ടാണ് എഴുതുന്നതല്ലേ. അപ്പൊ ഡിപ്ലോമ മാത്രമുള്ളവരോട് കൂടി വേറൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഡിപ്ലോമയുടെ മെയിൻ എക്സാം കഴിയുന്നതേ നമുക്ക് പെട്ടെന്ന് തന്നെ വൈവ തുടങ്ങാം. അപ്പൊ ഇവര് PGയുടെ എക്സാം ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വൈവ കംപ്ലീറ്റ് ആവും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ആദ്യം ഇവിടെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഇവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് PGയുടെ കുട്ടികളുടെ വൈവ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സഹകരിച്ച് വേഗം തീർക്കുക. നിങ്ങളുടെ അങ്ങ് തീരുമ്പോൾ എളുപ്പമായിട്ട് PG കുട്ടികളുടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ എനിക്ക് ലാസ്റ്റ് മതി, എനിക്ക് ടെൻഷനാണ്, എനിക്ക് പേടിയാവണമെന്നോ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട. വേറെ ആരും ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, PGക്കാർക്ക് അപ്പൊ ഡിപ്ലോമക്കാരുടെ ഒപ്പം വൈവ ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് PGക്ക് പ്രാക്ടിക്കലിന് ഒരു കാര്യം കൂടിയുണ്ട്, സെമിനാർ അല്ലെങ്കിൽ അസൈൻമെന്റ്. ഓർമ്മയുണ്ടോ നിഷ? ഞങ്ങൾക്ക് സെമിനാർ എടുക്കാൻ ചാൻസ് മിസ് തന്നില്ലയോ? അതെന്താ, അതെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏതെങ്കിലും 2 ക്ലാസ്സോ 3 പിന്നെ പറയാന്ന് പറഞ്ഞു. MT5കാർക്ക് പിന്നെ ചാൻസ് തരാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് മാത്രം ചാൻസ് കിട്ടിയില്ല. പക്ഷെ ഫസ്റ്റ് ബാച്ചിലുള്ള ആകെ 6 or 7 പേര് മാത്രം ക്ലാസ്സിൽ സെമിനാർ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാരും ചെയ്തത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അവര് ആ ടോപ്പിക് റിപ്പോർട്ടായിട്ട് എഴുതി കഴിഞ്ഞവർ എനിക്ക് അയച്ചു തന്നു അതിന്റെ ഇമേജ്. അത് നോക്കിയിട്ടാണ് ഇത് മാർക്ക് ഇട്ടത്. പിന്നെ എഴുതാൻ സമയമില്ല, മാർക്ക് കൊടുക്കുകയും വേണം. അവരോട് എന്താ പറയുന്ന അറിയോ, 2 മിനിറ്റിൽ കുറഞ്ഞൊരു വോയിസ് നോട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് മാർക്ക് ഇട്ടത്. ആകെ ലൈവായിട്ട് ചെയ്തത് 10 പേരില്ല, അത്രയും പേരെ പറ്റിയുള്ളൂ. മനസ്സിലായോ? കാരണം MT1ന് 28 പേരോടുണ്ട് PGക്ക്, MT3യിൽ നിന്നുണ്ട് 70 എത്രയോ അത്ര എങ്ങാണ്ടും കുട്ടികളുണ്ട്. ഇത്രയും പേരെ നമുക്ക് പറ്റിയില്ലല്ലോ, നമുക്ക് സമയമില്ലായിരുന്നല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇനി ക്ലാസ്സിൽ തന്നെ പ്രസന്റ് ചെയ്യണമെങ്കിൽ 2 or 3 hours നമുക്ക് മാമിനോട് റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ചിട്ട് സെമിനാർ കണ്ടക്ട് ചെയ്യാം. പക്ഷെ അതിനുള്ള സമയം ഉണ്ടോന്ന് നോക്കൂ, പരീക്ഷകളല്ലേ. പരീക്ഷയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് അത് ടെൻഷൻ ആവില്ലേ? അപ്പൊ നിങ്ങൾ പറ്റില്ല. അല്ല, ഞാൻ പറയട്ടെ, നമ്മള് വൈവയ്ക്ക് നമുക്ക് 10 minutes ഇല്ലേ, അതിലെ 2 minutes നിങ്ങൾക്ക് വൈവ ഫേസ് ടു ഫേസ് വരുമ്പോ നിങ്ങൾക്ക് ആ 2 minute ആ കണ്ടന്റ് ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റില്ലേ? അതുപോലെ അതേ പറ്റുള്ളൂ, നടക്കുള്ളൂ നമുക്ക്. അല്ല മാം, ഞാൻ ചോദിച്ചതേ ഡിപ്ലോമക്ക് ഒരു വൈവയും PGക്ക് വേറെ വൈവയും ഉണ്ടോന്നാ? ഡിപ്ലോമയ്ക്ക് ഒരു വൈവയും PGക്ക് വേറൊരു വൈവയല്ല. 2 പേർക്കും 10 minute തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് സെമിനാർ അസൈൻമെന്റ് എന്നൊരു ടോപ്പിക്കും കൂടെ ആ 4-5 മോഡ്യൂളിന് ഇല്ലേ, അത് വൈവയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ട വരും. മനസ്സിലായോ? അതാണ് എക്സ്ട്രാ വരുന്നത് ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഇവരുടെ ഒപ്പം തന്നെയാണോ വൈവ നടത്താൻ ഞങ്ങൾക്കും? അത് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് PGയുടെ എക്സാം എഴുതണ്ടേ? PGയുടെ എക്സാം എഴുതണം, ഈ സെമിനാർ പ്രിപ്പയർ ചെയ്യുകയും വേണ്ടേ? അപ്പൊ നിങ്ങളുടെ എക്സാം ആകുന്നതിന് മുമ്പ് ഇവരുടെ അങ്ങ് തുടങ്ങും. ഇവരുടെ ഡിപ്ലോമ എക്സാം കഴിയുമ്പോഴേക്കും ഇവര് ഫ്രീ ആയില്ലേ, ഇവരുടെ ആദ്യം തുടങ്ങും. നമ്മൾ ഷെഡ്യൂൾ ഇടും. ഇവരുടെ ആദ്യം തുടങ്ങി ഇവരുടെ പെട്ടെന്ന് തീരുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേക്കും PGയുടെ മോഡൽ എക്സാമും നടക്കണം, മെയിൻ എക്സാമും നടക്കണ്ടേ?
നമുക്കപ്പോ 2 പരീക്ഷയാണെങ്കിൽ കൂടിയും 4 ദിവസമല്ല, ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പും വേണം, സ്റ്റഡി ലീവും വേണ്ടേ? അപ്പൊ അത്രയും ദിവസം അങ്ങ് മാറിപ്പോകൂലേ? ഞങ്ങള് എന്താ പറയാ, MT3ക്ക് MT1 ചെയ്ത് എങ്ങനെയാണെന്നറിയോ? PG എക്സാമിന്റെ അന്നൊക്കെ വൈവ നടത്തി. അവര് റെഡി ആയിരുന്നു. മനസ്സിലായോ? 1 മണിക്കൂർ എക്സാം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. 10 മിനിറ്റ് വൈവയ്ക്ക് വേണ്ടിയിട്ട് അവർ ഓടി വന്നു. കുഴപ്പമുണ്ടാകില്ല. അവരുടെ എക്സാമിന്റെ ഒപ്പം തന്നെ വൈവ നടന്നു. അങ്ങനെ റെഡി ആണെങ്കിൽ നമുക്ക് അങ്ങനെ നടത്താം. മെയിൻ എക്സാം കഴിഞ്ഞോട്ടെ, ഈ 7 സബ്ജക്റ്റിന്റെ കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞതിന് ശേഷം വൈവ തുടങ്ങാം. ടൈമിലൊക്കെ റെഡി ആണെങ്കിൽ വൈവ കഴിഞ്ഞു പോകും. 10 മിനിറ്റ് അതിന് വേണ്ടിയിട്ടൊന്ന് ഇരുന്നാ മതിയല്ലോ. പിന്നെ എക്സാമിന് പഠിക്കാലോ. അങ്ങനെ വേണമെങ്കിൽ നടത്താം. എക്സാമിന്റെ ഒപ്പം തന്നെ നടത്താം. ഒപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മോർണിംഗ് നിങ്ങൾ 12 to എത്രയാണോ നിങ്ങൾ ടൈം, 12 to 1 ആണ് എക്സാം എഴുതുന്നെങ്കിൽ ഈവനിങ് 3 o'clock 4 o'clock വൈവയ്ക്ക് വരാമോ എന്ന് ചോദിച്ചാൽ 10 മിനിറ്റ് വന്നിരിക്കുന്നതിന് പ്രശ്നമുണ്ടോ? പക്ഷെ ഞങ്ങള് അപ്പൊ PGയുടെ ആ പോർഷനും കൂടി ആ പോർഷൻ പഠിക്കണ്ട, അതിൽ നിന്നൊരു ടോപ്പിക് സെമിനാർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് പ്രിപ്പയർ ചെയ്ത് വരാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് പ്രിപ്പയർ ചെയ്ത് വരാൻ പറ്റും. ഞാനൊരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ആരുടെങ്കിലും ഒരാളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ അത് അയച്ചു തരാം. ഗ്രൂപ്പിൽ ഷെയർ ചെയ്താലും മതി. PG ആരാളെ അല്ല, ഗ്രൂപ്പില് ഞങ്ങക്ക് അങ്ങനെ സെമിനാർ എടുക്കണ കുറച്ച് ടോപ്പിക്സ് തന്നിട്ടുണ്ടായിരുന്നല്ലോ മിസ്. ശരിയാ. ആ ടോപ്പിക്കിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്താൽ മതിയോ? ആ ടോപ്പിക്കിന്നോ അതിന്റെ പുറത്തുനിന്ന് PGയിലെ ടോപ്പിക് കണ്ടന്റ്സ് സബ്ജക്ട് റിലേറ്റഡ് എടുത്താലും കുഴപ്പമില്ല. കൊളാബറേഷൻ ഒക്കെ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കുട്ടി നല്ല രീതിയിൽ എടുത്ത് എനിക്കൊരു വോയിസ് നോട്ട് അയച്ചു തന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഭയങ്കരമായിട്ട് പേഴ്സണൽ കാര്യവും ഓഫീസിലെ കാര്യവും ഒക്കെ റിലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. എനിക്ക് ആ വോയിസ് നോട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ മാമിന് വോയിസ് നോട്ട് ഇട്ട് തന്നാലും മതിയോ? നിങ്ങൾക്ക് അതാണോ താല്പര്യം? ഞാൻ അവർക്ക് വോയിസ് നോട്ട് കൊടുക്കാൻ കാരണം അവരുടെ വൈവ കഴിഞ്ഞോണ്ടാ. നിങ്ങൾക്ക് വൈവ വരുന്നുണ്ടല്ലോ, അപ്പൊ വൈവ ടൈമിൽ പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾക്ക് അവരുടെ വൈവ കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ടാണ് അവരോട് വോയിസ് നോട്ട് അയക്കാൻ പറഞ്ഞത്. എഴുതി കഴിഞ്ഞവര് ഇമേജ് അയച്ചു, എഴുതാത്തവര് വോയിസ് നോട്ട് അയക്കാൻ പറഞ്ഞിട്ട് എഴുതി കയ്യിൽ വെക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞു. വേറൊന്നുമല്ല, ഒരിടത്ത് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ മാർക്ക് ലിസ്റ്റില് സെമിനാർ ഇത്ര മാർക്ക്, എന്ത് സെമിനാറാ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്ത് കാണിക്കാൻ ഒരു ഹാർഡ് കോപ്പി വേണ്ടേ, റിപ്പോർട്ട്. അതുകൊണ്ട് അതൊക്കെ അവരെ പറഞ്ഞു. അവരെല്ലാരും അത് റെഡിയായി. ഇച്ചിരി ചടങ്ങായിരുന്നു, എല്ലാരും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യിക്കാനായിട്ട്. അതുകൊണ്ടാണ് അവരോട് വോയിസ് നോട്ട് അയക്കാൻ പറഞ്ഞേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് വേറെ മാർഗമില്ല, വൈവ കഴിഞ്ഞു പോയില്ലേ. അതുകൊണ്ടാ. അപ്പൊ നിങ്ങളൊക്കെ അതിനനുസരിച്ചൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഒരു ടോപ്പിക് എടുത്തിട്ട് അതൊന്ന് മനസ്സിലാക്കി വെച്ച്, എനിക്ക് റിപ്പോർട്ടൊന്നും എനിക്ക് കാണണ്ട വൈവ സമയത്ത്. ഞാൻ ഒരു റിപ്പോർട്ടോ അസൈൻമെന്റോ ഒന്നും എന്നെ കാണിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ കണ്ടന്റ് നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്യാമോ? ചിലപ്പോൾ ചോദിച്ചാൽ വായിച്ചോട്ടെ എന്ന് ചോദിച്ചു. നോക്കി ഫുൾ വായിക്കണ്ട, ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് 10 മിനിറ്റേ ഉള്ളൂ. ഈ 10 മിനിറ്റിൽ ഇതെല്ലാം കഴിയണം. എനിക്ക് മനസ്സിലാവണം നിങ്ങൾക്ക് മോണ്ടിസോറി മെത്തേഡ് കയറി എന്നുള്ളതും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരണം ഞാൻ പെർഫോം ചെയ്തു എന്നുള്ളതും. അതാണ് നമ്മുടെ രണ്ടുപേരുടെയും ടാസ്ക്. വേറെ വിവരമുണ്ടോ, കറണ്ട് അഫയേഴ്സ് ഉണ്ടോ, അതൊന്നും ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. എനിക്ക് അറിയൂല്ല, പിന്നെ ഞാൻ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇംഗ്ലീഷിലാണോ മാം? ഇംഗ്ലീഷിലാണോ അത് പറയണെന്ന് പറയുമ്പോ ഇംഗ്ലീഷിലാണോ പറയുന്നത്? നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജിനെ ഞാൻ പറയുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ഇംഗ്ലീഷിൽ നിർബന്ധിച്ചാൽ ഭയങ്കര ടെൻഷനായി പോണവരുണ്ടെങ്കിൽ അത് പാടല്ലേ. ചിലര് വരുന്നതേ ഇംഗ്ലീഷിൽ സംസാരിച്ചു വരും, അവരോട് പിന്നെ ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. ചിലര് മലയാളത്തിൽ പറയും, ഇപ്പൊ മലയാളത്തിൽ വരും. പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ എന്നോട് ചോദിക്കും, മാം ഇംഗ്ലീഷിൽ പറയണോ മലയാളത്തിൽ പറയണോ? ഞാൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ പറഞ്ഞോളാൻ പറയും. ഓക്കെ മാം. പ്രാക്ടിക്കലി വരുമ്പോ അപ്പൊ നമ്മൾ ഈ മാം തന്ന ഈ 10 വർക്ക് അത് എന്താണ്, അതിൽ ഓരോന്നിലും എന്താ കണ്ടന്റ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ച് വന്നാൽ മതി. അപ്പൊ അവിടുന്ന് വൈവ ചെയ്യുകയാണെങ്കിൽ മാം അതിനനുസരിച്ചിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ മാത്രല്ല വരുന്നത്, ഞാൻ മറ്റു ടീച്ചേഴ്സിനോട് ഇങ്ങനെ തന്നെ കേട്ടോ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലാണ് വൈവ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ മാത്രം നമ്മൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്തോ ഒന്ന് കാണിക്കാമോ, അല്ലെങ്കിൽ അപ്പൊ അതെല്ലാം കുട്ടികൾ എങ്ങനെയാന്ന് വെച്ചാല് അവര് പറയണേ ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്താലേ ഇത് മിസ് ഒന്ന് കാണണം എന്നും പറഞ്ഞിട്ട് ഫുൾ റൂമിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒരു എക്സിബിഷൻ പോലെ. അത് അവരുടെ ഒരു ആഗ്രഹമല്ലേ എല്ലാം കാണിക്കാൻ. അങ്ങനെ കാണിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളല്ലാതെ നിർബന്ധപൂർവ്വം ഇത് കാണിച്ചേ പറ്റൂന്നൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്.
കൊണ്ടുവരാം, ഓരോന്നും ചെയ്തത് വീഡിയോ എടുത്ത് കൊണ്ടുവരാം. അങ്ങനെയായാലും മതി. പിന്നെ ഈ വൈവ സമയത്ത് അവരൊരു റൂമിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ നടുക്കിരിക്കും. എന്നിട്ട് മെറ്റീരിയൽസ് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കലേ അവർ പറയും ഞാൻ എല്ലാം കാണിച്ചു തരാന്ന് പറയും. എല്ലാം ഇങ്ങനെ കാണിച്ചു തരും. എന്നുവെച്ചാൽ അവര് പറയുന്നത് ഞങ്ങൾ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ. ഹായ് വാവേ, എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ എന്നിങ്ങനെ പറയാം. അത് മിസ്സിനെ കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട്, കാണിക്കാറുണ്ട്. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഓക്കെ മാം. വരൂ. നാളെ ക്ലാസ്സിൽ എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയാൽ ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ട് ആർക്കെങ്കിലും ഒന്ന് അയച്ചു തരാം. സോ ഹാപ്പി ആയിട്ടിരിക്കൂ, ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു 10 o'clock ആകുമ്പോൾ എനിക്കൊരു റിമൈൻഡർ ഇടുന്നേ, മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ കീ തരാനായിട്ട് പറയാൻ വേണ്ടിട്ടേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയാൻ എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കണേ ആരെങ്കിലും. ഓക്കെ മാം. മാമിന്റെ ക്ലാസ്സിലിരുന്ന സമയം പോകുന്ന അറിയൂല കേട്ടോ മാം. ഓ ആണോ? ആണ്. അത് ശരി. താങ്ക് യു മാം. ടീച്ചർമാര് വരുന്ന പോലെ പക്ഷെ സമയം പോയത് അറിഞ്ഞില്ല മാമിന്റെ ക്ലാസ്സിലിരിക്കുമ്പോ. പറഞ്ഞോ? എന്തോ ടീച്ചർമാര് ടീച്ചർ വരും, ഒരു നമ്മളെ ഇമ്മാരൊക്കെ അടുത്തേക്ക് വരുമ്പോ ഉണ്ടാവില്ല, ഇമ്മാന്റെ അടുത്ത് എത്തുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ, അങ്ങനെ പ്രത്യേക സ്നേഹം. താങ്ക് യു മാം. സെപ്പറേഷൻ ആങ്സൈറ്റി ഫീൽ ആണോ? താങ്ക് യു. നമ്മളൊക്കെ ഹൃദയത്തോട് അടുത്ത് വെക്കുന്നവരല്ലേ, കാണുന്നില്ലെങ്കിൽ എന്നല്ലേ ഉള്ളൂ, ശബ്ദത്തോടും ഹൃദയത്തോടും ഒക്കെ അടുത്തിരിക്കുന്നവരല്ലേ. പിന്നെ ഇത്രയും പേരെ കാണാൻ പറ്റിയില്ല, വളരെ സന്തോഷം. മീൻസ് കേൾക്കാൻ പറ്റിയില്ല. ലൈക്ക് മറ്റേത് നമുക്ക് പകൽ ഇത്രയും പേരില്ലല്ലോ. നാളെ കാണാം. ഓക്കെ മാം. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ.